സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള പഠനം തുടരുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 4-ാം അധ്യായത്തിൽ ആദ്യത്തെ ചില വാക്യങ്ങൾ നമ്മൾ വായിച്ചിരുന്നു. ശമരിയാക്കാരെ കുറിച്ച് കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടു. ഇന്ന് ആ സ്ത്രീയുമായിട്ടുള്ള ഒരു എൻകൗണ്ടറിലേക്ക് നമ്മൾ പോവുകയാണ്. കർത്താവുമായിട്ട് ഇടപെടുമ്പോൾ ഏതൊരു മനുഷ്യനും ഏറ്റവും പ്രധാനമായിട്ട് സംഭവിക്കേണ്ടത് പാപബോധമാണ്. പാപബോധമില്ലാതെ, പാപം വെളിപ്പെടാതെ ഒരവസ്ഥ ഒരിക്കലും ദൈവവുമായിട്ടുള്ള നമ്മുടെ എൻകൗണ്ടറിൽ ഉണ്ടാവുകയില്ല. എപ്പോഴും ആ പാപബോധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദാറ്റ്സ് ആൻ എസെൻഷ്യൽ റിക്വസൈറ്റ് ഫോർ മീറ്റിംഗ് ദ ലോർഡ്. അത് വളരെ പ്രധാനം. നമുക്ക് ഇവിടെയും യേശുക്രിസ്തു പാപബോധത്തിലൂടെയാണ് ആ സ്ത്രീയോട് ഇടപെടുന്നത്. പക്ഷെ മറ്റ് യഹൂദന്മാരായ പരീശന്മാരും ശാസ്ത്രിമാരോടും ഒക്കെ ഉള്ള ആ ഒരു കുറ്റപ്പെടുത്തൽ കർത്താവിന്റെ ഭാഗത്തുനിന്ന് ശമരിയാക്കാരി സ്ത്രീയോട് ഉണ്ടാകുന്നില്ല. ശമരിയാക്കാരി സ്ത്രീയോട് കർത്താവ് സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും അവൾ എന്തുകൊണ്ട് പാപത്തിൽ വീണു, വാട്ട് വാസ് ദാറ്റ് എംപ്റ്റീനെസ്, അവൾ അനുഭവിച്ച ശൂന്യത എന്തായിരുന്നു എന്ന്, അവൾ അനുഭവിച്ച ശൂന്യത എന്താണ് എന്നും അതിന് പരിഹാരം എന്താണെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഹീസ് നോട്ട് അക്യൂസിങ് ഹെർ അറ്റ് ഓൾ. നമുക്കറിയാം ശമരിയാക്കാരി സ്ത്രീയെ കുറിച്ച് നമുക്ക് ചിലപ്പം നല്ലതായിട്ട് പറയാൻ നമ്മുടെ മോറൽ ബോധം, സന്മാർഗ ബോധം നമ്മൾ അനുവദിക്കില്ലായിരിക്കാം. പക്ഷെ കർത്താവ് അവളൊരു ഔട്ട്സൈഡർ, കൃപയുടെ വെളിയിലുള്ള, നിയമത്തിന്റെ പ്രമാണത്തിന് കീഴിലില്ലാത്ത, അറിയാത്ത, ശൂന്യത അനുഭവിക്കുന്ന ഒരു മകൾ എന്നുള്ള നിലയിൽ കർത്താവ് അവളെ വാത്സല്യത്തോടെ കാണുന്നതാണ് ഞാൻ കാണുന്നത്. ശരിക്കും വളരെ സ്നേഹത്തോടെയുള്ള ഒരു സംഭാഷണമാണ്. ആൻ ഓഫർ ഓഫ് ലൈഫ് ആണ് കർത്താവ് അവൾ കൊടുക്കുന്നത്. ദർ ഇസ് നോ അക്യൂസേഷൻ വാട്ട്സോഎവർ. കർത്താവ് എപ്പോഴും പാപികളോട് സംസാരിക്കുമ്പോൾ അവർക്ക് നൽകുന്ന ഒരു ഫ്രീഡം ഉണ്ട്. തുറന്നു പറയാനും, കരയാനും, മാനസാന്തരപ്പെടാനും, ജീവൻ പ്രാപിക്കാനും, രക്ഷപ്പെടാനുമുള്ള ഒരു അവസരം. ഹി കംസ് ആസ് എ ഡോക്ടർ ടു ഹീൽ us of all our sicknesses caused by sin. പാപത്താൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, നമ്മൾ ഫിസിക്കൽ സിക്നസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പാപം എന്ന ആ ഒരു രോഗാവസ്ഥ, അതിനെ പരിഹരിക്കാം. എപ്പോഴും കർത്താവിന്റെ അടുക്കൽ നമുക്ക് ലഭിക്കേണ്ടത് ആ പാപ പരിഹാരമാണ്. അപ്പൊ കർത്താവ് അവളോട് പറഞ്ഞു കൊടുക്കുന്നത് അതൊരു സൊല്യൂഷൻ, ഈ അവളുടെ പാപ ജീവിതം എങ്ങനെ സംഭവിച്ചെന്നും അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നുമാണ് അവിടെ കർത്താവ് അവളോട് സംസാരിക്കുന്നത്. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷത്തില് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ സംസാരിച്ചൊരു കാര്യമാണ്. ജീവനെ സംബന്ധിക്കുന്ന ഉപദേശങ്ങളും അടയാളങ്ങളുമാണ് യോഹന്നാൻ എപ്പോഴും പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇതും ജീവനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. ഓക്കെ, അതിന്റെ 8-ാം വാക്യം, 7-ാം വാക്യം മുതൽ വായിക്കാം. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. അപ്പൊ കിണറ്റിൽ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തെ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. അപ്പോൾ ലോകത്തിൽ എല്ലായിടത്തുമുള്ള ഒരു പ്രോബ്ലമാണ് അൺടച്ചബിലിറ്റി. നമ്മുടെ മലയാളത്തിലെ തീണ്ടൽ എന്ന് പറയുന്നത്, തൊടാനുള്ള മാത്രമല്ല, അൺടച്ചബിൾനെസ് മാത്രമല്ല, തീണ്ടൽ എന്ന് പറഞ്ഞാൽ അടുത്ത് വരാൻ പാടില്ലാത്ത, അകലം പുലർത്തേണ്ട ജാതികൾ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സെനോഫോബിയ, മറ്റ് ജാതികൾ നമുക്ക് ശത്രുക്കളാണ് എന്നൊരു ചിന്ത. പഴയ നിയമ കാലഘട്ടത്തിൽ ഇത് വളരെ സ്ട്രോങ് ആയിരുന്നു. യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും യഹൂദന്മാരും ശമര്യരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായിരുന്നു, സംഘടനമായിരുന്നു. അവർ തമ്മിൽ ഒരു ഐക്യം ഉണ്ടായിരുന്നില്ല. കർത്താവ് പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് കഥകളിലൂടെ, ഉപമകളിലൂടെ ശമര്യക്കാരും ആ ദൈവത്തിന്റെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞു കൊടുക്കാൻ ഈ സ്ത്രീയോട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നുണ്ട്. ഈ സെനോഫോബിയ എന്ന് പറയുന്നത് മറ്റ് മതങ്ങളോട് നമുക്ക് തോന്നുന്നു, മറ്റ് ജാതി വിഭാഗങ്ങളോട് നമുക്ക് തോന്നുന്ന ഒരു അസ്വസ്ഥതയാണ്. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പല വിശ്വാസികൾ അമേരിക്കയിലെ ഇലക്ഷൻസ് നടക്കാൻ പോവാണ്. അപ്പൊ അവരെല്ലാം പറയുന്നത് നമുക്കൊരു ക്രിസ്ത്യൻ ഭരണകൂടം അവിടെ വന്നാലാണ് ആ സഭയ്ക്ക് അത് നല്ലത് എന്ന് പലരും അഭിപ്രായപ്പെട്ട് ഞാൻ കേട്ടായിരുന്നു. അപ്പൊ എനിക്കുണ്ടായൊരു സംശയം, അങ്ങനെ അമേരിക്കയിൽ ഒരു ക്രിസ്ത്യൻ ഭരണകൂടം ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ
ഇന്ത്യയിൽ ഒരു ഹിന്ദു ഭരണകൂടം ഉണ്ടാവണമെന്ന് ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാർ ആഗ്രഹിച്ചാൽ നമ്മൾ തെറ്റു പറയാൻ പറ്റുമോ? തെറ്റു പറയാൻ പറ്റുമോ? തെറ്റു പറയാൻ പറ്റില്ലല്ലോ. ഭൂരിപക്ഷം ആർക്കാണോ അവരായിരിക്കണം ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത്, ആ മതമായിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ഒരു അയ്യോ അങ്ങനെ പറയല്ലേ, കാരണം നമുക്കിത് വളരെ അത്യാവശ്യമല്ലേ. അങ്ങനെ അത്യാവശ്യമാണെന്നാണ് എല്ലാവർക്കും തോന്നുന്നത്. എല്ലാവർക്കും അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോ ഒരു ജാതി നോക്കി കഴിയുമ്പോൾ ബാക്കി ജാതികളെല്ലാം ശത്രുക്കളായിട്ട് തോന്നുന്നു, അവർ രാജ്യദ്രോഹികളായി തോന്നുന്നു, അവർ നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചവരെല്ലാം തോന്നുന്നു, അവരെ നമുക്ക് വേണ്ട എന്ന് തോന്നുന്നു. ഓക്കെ, അത് ഏത് രാജ്യത്തായാലും സെനോഫോബിയ അന്നുള്ളതുപോലെ തന്നെ അതിനേക്കാളും വഷളായ രൂപങ്ങളിൽ ഇന്നുമുണ്ട്. ഓക്കെ, സമ്പർക്കം പുലർത്താൻ പാടില്ലാത്തവർ. അപ്പൊ കർത്താവ് എന്താ ചെയ്തത്? കർത്താവ് സകല മനുഷ്യർ ഈ പെന്തക്കോസ്റ്റൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ശരിക്കും ടവർ ഓഫ് ബാബേൽ ഗോപുരത്തിന്റെ അവിടെ സംഭവിച്ച ആ കാര്യങ്ങളുടെ റിവേഴ്സലാണ്. ബാബേൽ ഗോപുരം പണിയുന്ന സമയത്ത് ടവർ ഓഫ് ബാബേൽ കർത്താവ് അവരുടെ ഭാഷ കലക്കി കളയുകയും അവർ പല ജാതികളും വിഭാഗങ്ങളും ഗോത്രങ്ങളും വംശങ്ങളുമായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോവുകയും ചെയ്തു നമുക്കറിയാം. So that possibly explains how we have so many races and languages all over the world. അപ്പോൾ ബാബേലിന്റെ സമയത്താണ് അങ്ങനെ സംഭവിക്കുന്നത്. ഭാഷ മനസ്സിലാകാതെ പോകുന്നു. ഭാഷയുടെ കലക്കം, ജീനുകളുടെ കലക്കം, പലതരം ജാതികൾ, പലതരം വിഭാഗങ്ങളൊക്കെ ഉണ്ടാകുന്നു. അവർ തമ്മിൽ ശത്രുതയും യുദ്ധങ്ങളും ഉണ്ടാകും. ഞങ്ങളുടെ ഭാഗമല്ല അവർ എന്ന് തോന്നുന്നു. എന്നാൽ പെന്തക്കോസ്റ്റിൽ എന്താ സംഭവിക്കുന്നത്? പെന്തക്കോസ്റ്റൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ശരിക്കും അന്യഭാഷ എന്നുള്ളതല്ല അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അന്യഭാഷ വാസ് ഓൺലി എ ടൂൾ. ശരിക്കും സംഭവിച്ചത് നാനാജാതി മതസ്ഥരായ ആളുകളെല്ലാം ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഒരേ കർത്താവിന്റെ ശരീരമായി സ്നാനപ്പെട്ടും ഒന്നായി രൂപാന്തരപ്പെടുന്ന, ജാതി മത വർഗ ഭേദമില്ലാതെ എല്ലാ മനുഷ്യരും യേശുക്രിസ്തു എന്ന രക്ഷകനിലേക്ക് കടന്നു വരുന്ന ആ ഭാഷയുടെ അതിരുകളെ ഭേദിക്കുന്ന, ആർക്കും എന്ത് പറഞ്ഞാലും മനസ്സിലാകുന്ന ഭാഷയുടെ അതിരുകളെ ഭേദിക്കുന്ന ആ ഒരു ആത്മാവിന്റെ അവസ്ഥയിലൂടെ കർത്താവ് എന്താ ചെയ്യുന്നത്? ലോകത്തിലുള്ള സകല ജാതികളെയും പിതാവിന് വേണ്ടി, പിതാവിന്റെ രാജ്യത്തിന് അവകാശികളാക്കാൻ വേണ്ടി ജാതി മത വിദ്വേഷങ്ങളെ എന്നേക്കുമായി ഇല്ലാതാക്കാനാണ് കർത്താവ് ശ്രമിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ ആ ഒരു പൊളിറ്റിക്സ്, കർത്താവിന് പൊളിറ്റിക്സ് ഇല്ല, ഞാൻ പൊളിറ്റിക്സ് എന്നുള്ള ഉദ്ദേശിച്ചത് രാഷ്ട്രത്തെ കുറിച്ചുള്ള കർത്താവിന്റെ കാഴ്ചപ്പാട് അത് യൂണിവേഴ്സൽ ആണ്. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതാണ്. ഓക്കെ, അതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയ മുസ്ലിങ്ങൾ, അവർ രക്ഷിക്കപ്പെടണ്ടേ? അവരെടുത്ത് യേശുവിനെ പ്രസന്റ് ചെയ്യണ്ടേ? അവരുണ്ടെങ്കിലല്ലേ അത് ചെയ്യാൻ പറ്റൂ. അവർ ഓടിച്ചു കളഞ്ഞാൽ അവരുടെ ആ ഒരു സുവിശേഷം പറയും. അപ്പോൾ അവർ കേൾക്കില്ല, കേൾക്കണ്ട, പക്ഷെ പറയാനുള്ള കടമ നമുക്കുണ്ടല്ലോ. വി നീഡ് ടു ബി പ്രീച്ചിങ് ദ ഗോസ്പൽ ടു എവരിവൺ ഇൻ ലവ്, സ്നേഹത്തിൽ, അല്ലെ? അതാണ് ശരിക്കും നമ്മൾ ആഗ്രഹിക്കേണ്ടത്. വി ക്യാൻ നെവർ ബി റേസിസ്റ്റ്. നമ്മളൊരു ജാതിയുടെയോ വർഗത്തിന്റെ ആളുകളായി മാറാൻ നമുക്ക് അധികാരമില്ല. ആ ജാതി ഈ ജാതി ശരിയല്ല, ആ ജാതി ശരിയല്ല, ഇങ്ങനൊന്നും പറയാൻ നമുക്ക് റൈറ്റ് ഇല്ല. കാരണം ഒരു കാലത്ത് യഹൂദന്മാരും സമരക്കാരും തമ്മിൽ സമ്പർക്കമില്ലായിരുന്നു. എന്നാൽ കർത്താവ് വന്ന് എന്താ ചെയ്യുന്നത്? കർത്താവ് വന്ന് എല്ലാ പക്ഷങ്ങളെയും ഒന്നാക്കി ക്രിസ്തുവിൽ ഒരു പുതിയ ഹ്യൂമാനിറ്റി ഉണ്ടാക്കുക ചെയ്യുന്നത്. ഇറ്റ്സ് എ പെർഫെക്റ്റ് ഹ്യൂമാനിറ്റി ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ദ ലോർഡ് ഓർ ക്രിയേറ്റഡ് ആഫ്റ്റർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് അനുരൂപമായ ഒരു സിംഗിൾ ഹ്യൂമാനിറ്റി. അതിനകത്ത് എല്ലാ ജാതി മതങ്ങളും, ഇത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന നമ്മുടെ രക്ഷയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നതിനകത്ത് ജാതി മത വർഗ വ്യത്യാസമില്ലാതെ ക്രിസ്തുവിലായ ആളുകളുടെ ഒരു വലിയ സംഘം നമുക്കവിടെ കാണാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ ദൂതന്മാർ കർത്താവിനെ സ്തുതിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ നമുക്ക് കാണാം. എടുത്തോട്ടെ. ഓക്കെ, ഇതാണ് 9-ാം വാക്യം 5:9 ഇങ്ങനെ പറയുന്നത്: പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. എവിടെ നിന്നുള്ളവരെയല്ല, എല്ലാ ജാതികളിൽ നിന്നുള്ളവരെ.
അപ്പൊ സകല ജാതികളോട് സുവിശേഷം അറിയിക്കപ്പെടും എന്ന് പറയുമ്പം ഇവരെല്ലാം കർത്താവിൽ ഒന്നായിത്തീരും, വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ, വിത്തൗട്ട് എനി പ്രജുഡിസ്, വിത്തൗട്ട് എനി സെനോഫോബിയ. സെനോഫോബിയ എന്ന് പറഞ്ഞാൽ മറ്റു മനുഷ്യരോടുള്ള, മറ്റു തരത്തിലുള്ള നമ്മളെപ്പോലെ അല്ലാത്തവരോട് നമുക്ക് തോന്നുന്ന ഒരകലം അല്ലെങ്കിൽ ഭയത്തെയാണ് നമ്മൾ സെനോഫോബിയ എന്ന് പറയുന്നത്. അപ്പോ അന്നത്തെ കാലത്ത് ശമരിയക്കാരും യഹൂദന്മാരും തമ്മിൽ തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു. ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മതങ്ങൾ തമ്മിലും ജാതികൾ തമ്മിലും വർഗങ്ങൾ തമ്മിലും തൊട്ടുകൂടായ്മകളുണ്ട്. ഓക്കെ, പക്ഷെ കർത്താവിന് അതൊരു പ്രശ്നമായിരുന്നില്ല. ഈ ശിഷ്യന്മാർ വന്നപ്പോഴും ഒരു ശമരിയക്കാരി സ്ത്രീയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിക്കുന്നുണ്ട്, അവരെല്ലാം അമ്പരന്ന് പോയി. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ദൈവം സകല ജനത്തിന്റെയും ദൈവമാണ്. ദൈവത്തിന് എങ്ങനെ പക്ഷപാതങ്ങളില്ല, ദൈവത്തിന് പക്ഷപാതങ്ങളില്ല. ഓക്കെ, അപ്പോൾ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, അന്ന് യഹൂദന്മാരും ശമരിയക്കാരും തമ്മിൽ സമ്പർക്കം ഉണ്ടായിരുന്നില്ല. അപ്പൊ സമ്പർക്കം ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ കാരണം അവർ ഒരേ ആത്മാവിൽ ഉള്ളവരായിരുന്നില്ല. അവരുടെ ആരാധന സിസ്റ്റങ്ങൾ വ്യത്യാസമായിരുന്നു. അതാ സ്ത്രീ പറയുന്നുണ്ട്, എന്താണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ തമ്മിൽ ഉള്ള വ്യത്യാസങ്ങൾ ഇറക്കൺസൈലബിൾ ആണ് എന്ന് പറഞ്ഞാൽ നമുക്കത് പരസ്പരം പറഞ്ഞു തീർക്കാവുന്നതല്ല. പൂർവികരായിട്ട് കൊണ്ടുവന്നിട്ടുള്ള രണ്ട് സിസ്റ്റം ഓഫ് വർഷിപ്പാണ് പറയാനുള്ളത്. ഓക്കെ, അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പോകാൻ കഴിയുകയില്ല. ഓക്കെ, ശമരിയക്കാരി സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാർക്ക് എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമരിയക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇനിയുള്ള കോൺവെർസേഷനകത്തെല്ലാം ജീവന്റെ ജലം, ജീവജല നദികൾ, കർത്താവ് പിന്നീട് പറയുന്ന ഒരു കാര്യമാണ് ജീവജല നദികൾ എന്നുള്ള പ്രയോഗം. അപ്പൊ ജീവന്റെ ജലം നമ്മൾ കുടിക്കുകയും പാനം ചെയ്യുകയും നമ്മുടെ ദാഹം എന്നേക്കുമായി മാറുകയും നമ്മൾ ആ ജീവൻ മറ്റുള്ളവരിലേക്ക് പകരത്തക്ക രീതിയിൽ അതൊരു നദിയായി നമ്മൾ ഒഴുകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കർത്താവ് അവളെ ക്ഷണിക്കുന്നത്. അപ്പൊ പറയാണ്, ദൈവം നിനക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ. സോ ഗോഡ് ഈസ് ഗോയിങ് ടു ഗിവ് ഹെർ സം ഗിഫ്റ്റ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനിത്തിങ് ടു പേ, അങ്ങോട്ടൊന്നും കൊടുക്കേണ്ടാത്ത സൗജന്യമായി കർത്താവിൽ നിന്ന് ലഭിക്കുന്നത്. ഓക്കെ, ഇനി ദൈവം എങ്ങനെയാണ് ജീവൻ ദാനം ചെയ്യുന്നത്, അതെന്താണ് ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള ദാനം എന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ ആ ദാനം ചോദിക്കുമായിരുന്നു. ഇന്ന് നമുക്ക് പലപ്പോഴും ദൈവം ശരിക്കും തരുന്ന ദാനം എന്താണെന്ന് അറിവില്ലാതായി പോകുന്നുണ്ട്. ഇന്നത്തെ നാട്ടിലെ വിശ്വാസികൾക്ക് പലർക്കും ദൈവം യഥാർത്ഥത്തിൽ എന്ത് ദാനമാണ് തരുന്നതെന്ന് അറിയില്ല. അവർ വിചാരിക്കുന്നത് ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ പോവാണ്, നമുക്ക് സമ്പത്ത് തരാൻ പോവാണ്, ഇതൊക്കെയാ ദൈവം തരുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ യഥാർത്ഥ ദാനം അതല്ല. ദൈവത്തിന്റെ യഥാർത്ഥ ദാനം എന്ന് പറയുന്നത് പുത്രന്റെ ജീവനാണ്, ആത്മാവാണ്. അതാണ് ദൈവത്തിന്റെ ദാനം. അത് അറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ അത് മാത്രമേ ചോദിക്കുമായിരുന്നുള്ളൂ. നമ്മൾ ഒരുപക്ഷെ ബുദ്ധി കൊണ്ട് അത് അറിയുന്നുണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് ജഡത്തിൽ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് ചോദിക്കാനുള്ളത് അതൊന്നുമല്ല. പക്ഷെ കർത്താവ് പറയാണ്, നീ യഥാർത്ഥത്തിൽ ആ ദാനം എന്തെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ദൈവം എന്ത് തരാനാണ് ഈ നിന്നോട് ഈ വെള്ളം ചോദിക്കുന്നവനെ നിന്റെ അടുത്തേക്ക് വിട്ടിരിക്കുന്നതെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, അവൻ നിനക്ക് സൗജന്യമായി തരുന്നവനാണ്. ആ ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അത് മാത്രമേ ചോദിക്കുമായിരുന്നുള്ളൂ. ശരിക്കും നമ്മൾ കർത്താവിനോട്, കർത്താവ് എന്ത് ദാനമാണ് എനിക്കിപ്പോൾ തരാൻ പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞാൽ അത് മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ. എന്റെ ജഡത്തിൽ ഞാൻ പല കാര്യങ്ങൾ ചോദിക്കില്ല. ഞാൻ ആകെ ഒരു കാര്യം ചോദിക്കുള്ളൂ, കർത്താവെ നീ എനിക്ക് തരാൻ പോകുന്ന ദാനം എനിക്ക് തരണം. ഓക്കെ, അപ്പൊ നമുക്ക് ആ എന്താ ദാനം എന്നറിയാമോ? ഇപ്പൊ എന്താ കർത്താവ് നമുക്ക് തരാൻ പോകുന്നത്? ക്രിസ്തുവിനെയാണ്. ഏത് മോമെന്റിലും എല്ലാ നിമിഷവും നമുക്ക് ക്രിസ്തു എന്ന ദാനമുണ്ട്. യേശുവിന്റെ ആ ജീവന്റെ സമൃദ്ധി ഉണ്ട്. അത് കർത്താവ് എപ്പോഴും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അത് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനോട് ചോദിച്ചാൽ അത് ജീവന്റെ ജലസമൃദ്ധിയായിട്ട് നമ്മളിലേക്ക് വരും. അപ്പോൾ ആ ദാനം എന്തെന്ന് അറിയുക. അവൾക്കറിയില്ല ചോദിക്കാൻ, അവൾക്കറിയില്ല എന്താണ് വെളിപ്പാട്, എന്താണ് മെശിഹ വന്നിട്ട് തരാൻ പോകുന്നതെന്നൊന്നും അവർക്ക് അറിയത്തില്ല. അവർക്ക് മാത്രമല്ല, നമ്മൾ നിക്കോദമോസിനോട് സംസാരിച്ചപ്പോഴും നിക്കോദമോസിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നിക്കോദമോസ് വിചാരിച്ചിരുന്നത് മെശിഹ വരുമ്പം വലിയ രാജ്യത്വത്തോടെ വരും, അവൻ ഒരു ഇസ്രായേൽ രാജ്യം ഉണ്ടാക്കും എന്നാണ് നിക്കോദമോസ് വിചാരിക്കുന്നത്. അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു ഈ കർത്താവ് തരാൻ പോകുന്ന ദാനം എന്താണെന്ന്. ഇപ്പൊ കർത്താവ് പറയാണ്, ഞാൻ നിക്കോദമോസിനോട് പറഞ്ഞെന്താ, ഞാൻ നിനക്ക് തരാൻ പോകുന്ന ദാനം എന്തെന്നാ പറഞ്ഞത്? വെള്ളത്താലും ആത്മാവിനാലുമുള്ള ഒരു വീണ്ടും ജനന അനുഭവത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതിനർത്ഥം നിനക്ക് ഞാൻ
പുതിയൊരു ആത്മാവിനെ തരും. നമ്മൾ എസെക്കിയേലിന്റെ പ്രവചന പുസ്തകത്തിൽ വായിച്ചാണല്ലോ, പുതിയൊരു ആത്മാവിനെ തരും. അപ്പൊ അതാണ് ദാനം. പുതിയൊരു ഹൃദയം ഞാൻ നിനക്ക് തരും, പഴയത് കഠിനമായതിനെ നീക്കി മാംസമായൊരു ഹൃദയം ഞാൻ നിനക്ക് തരും. അപ്പൊ മാംസമായൊരു ഹൃദയം ഞാൻ നിനക്ക് തരുമെന്ന് കർത്താവ് പറഞ്ഞു. അതാണ് ദാനം. എനിക്കിന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ദാനം എന്താ? കഠിന ഹൃദയം പോയിട്ട് മാംസമായൊരു ഹൃദയം. അതാണ് കർത്താവ് എനിക്ക് തരാൻ പോകുന്ന ദാനം. അത് പുതിയ ആത്മാവിനാൽ സംഭവിക്കുന്നതാണ്. എല്ലാ വിശ്വാസികൾക്കും കുറച്ച് കഴിയുമ്പോൾ കഠിന ഹൃദയം ഉണ്ടാവും. അവിശ്വാസികൾക്കുണ്ട്. വിശ്വാസികൾക്കും കുറച്ച് കഴിയുമ്പോൾ കഠിന ഹൃദയം ഉണ്ടാവും. നമ്മുടെ പാപങ്ങളെ കാണാൻ പറ്റാതെ വരും. അത് കഠിന ഹൃദയമാണ്. കർത്താവിന്റെ ദാനത്തിന്റെ മഹത്വം എന്തെന്ന് കാണാൻ പറ്റാതെ വരും. കഠിന ഹൃദയമാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഒന്നും തോന്നൂല. കഠിന ഹൃദയമാണ്. ഉള്ളിലൊരു ആർദ്രത ഉണ്ടാവില്ല. എന്റെ കർത്താവെ നീ എനിക്ക് വേണ്ടി മരിച്ചല്ലോ എന്ന് തോന്നില്ല. അത് നമ്മൾ നോവല് വായിക്കുന്ന പോലെ തോന്നും, അല്ലെങ്കിൽ സിനിമ കാണുന്ന പോലെ തോന്നും. യു വിൽ നോട്ട് ഹാവ് ദാറ്റ് ഫീലിംഗ്. അത് കഠിന ഹൃദയത്തിന്റെ ലക്ഷണം. നമുക്ക് കർത്താവ് നമുക്ക് വേണ്ടി ക്ഷമിച്ച് സഹിച്ച് അനുഭവിച്ച വേദനകൾ നമ്മൾ മറന്നുപോകും. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ എല്ലാവരും കസേരയിൽ ഇരിക്കുകയാണ്. എല്ലാവരും ഇരിക്കുകയാണല്ലോ. എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. ഈ ബ്ലാക്ക് ബോക്സിന് പുറകിലുള്ളവർ ഇരിക്കുകയാണോ അറിയില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇങ്ങനെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് കർത്താവിന്റെ ജീവന്റെ പങ്കാളിയാവാൻ പോവാണ് എന്നൊന്നും പറഞ്ഞാൽ കർത്താവിന്റെ ജീവന്റെ പങ്കാളിയൊന്നും ആവാൻ പറ്റില്ല. അങ്ങനെയൊന്നും ആവാൻ പറ്റത്തില്ല. കർത്താവിന്റെ ജീവൻ എവിടെ വെളിപ്പെട്ട് വന്നത്? നമുക്ക് നമ്മുടെ ഒരു കുടമായിട്ട് സങ്കല്പിക്കാം. കുടം അറിയോ? മൺകുടം ഓർമ്മയുണ്ട്. കൂജ ആയിക്കോട്ടെ, കൂജ. ഓക്കെ, കൂജ എന്ന് പറഞ്ഞ കാര്യം അറിയോ? വെള്ളം കുടിക്കാൻ വേണ്ടി പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം. അപ്പോ രണ്ട് കൂജകൾ അടുത്തടുത്തിരിക്കുക, രണ്ടും എയർ ടൈറ്റ് ആണ്. എയർ ടൈറ്റ്. അപ്പൊ അതിനകത്ത് എന്തെന്ന് അറിയാൻ മേല. ഒന്നിനകത്ത് ഭയങ്കര സുഗന്ധം ഉള്ള കാര്യങ്ങൾ വെച്ചിരിക്കും, മറ്റതിനകത്ത് വേസ്റ്റ് നിറച്ചു വെച്ചിരിക്കും. ഇത് തുറക്കാൻ ഒരു വഴിയുമില്ല. ഇതിനകത്തുള്ളത് എന്താന്ന് എങ്ങനെ അറിയും? എങ്ങനെ അറിയുന്നറിയോ? ഇത് തമ്മിൽ കൂട്ടിമുട്ടും. കൂട്ടിമുട്ടുമ്പോ പൊട്ടും. ഇത് പൊട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ ഇത് അകത്ത് എന്താ ഉണ്ടായിരുന്നുള്ള കാര്യം. ചില ആളുകൾ പൊട്ടിയുണ്ടല്ലോ, ആ ഏരിയയിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒരു തട്ട് കൊടുത്താൽ മതി, ആരെങ്കിലും ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറഞ്ഞാൽ മതി, അപ്പോഴേക്കും ഇതങ്ങ് പൊട്ടും. ഇതങ്ങ് പൊട്ടിയാൽ അതിനെ പുറത്ത് പെയിന്റ് അടിച്ചതും ആത്മീയമെന്ന് അഭിനയിച്ചതും ആ പുറത്തെ കുടം അങ്ങ് പൊട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പറയും ചെയ്യാം, എന്റെ ഒറിജിനൽ സ്വഭാവം നിനക്ക് അറിയാൻ മേലെന്നിട്ട് എന്ന് പറഞ്ഞാൽ അകത്ത് ഇനിയും വൃത്തികേടുണ്ട് എന്നാ പറഞ്ഞതിനർത്ഥം. അതുകൊണ്ട് നീ സൂക്ഷിച്ചോ, ഇനി എന്നെ തട്ടരുത്. തട്ടിയാൽ എന്റെ മെയിൻ ചേംബർ പൊട്ടും. മെയിൻ ചേംബർ പൊട്ടിയാൽ നീ ഇവിടെ നോടി രക്ഷപ്പെടേണ്ടി വരും. അത്ര ഭയങ്കരനാണ് ഞാൻ. അപ്പൊ ഇതാണ് ജീവനില്ല. ജീവനില്ല. അകത്തുള്ളത് മുഴുവൻ ഫിൽത്ത. പുറമെ ജീവന്റെ ഒരു വേഷമുണ്ട്, ഭക്തിയുടെ വേഷമുണ്ട്, പക്ഷെ ശക്തിയില്ല. അപ്പൊ തട്ടി കിട്ടിയാൽ എന്താ വെളി വരുന്നത്? നിങ്ങൾ ആരെങ്കിലും തട്ടിയാൽ എന്തായിരിക്കും വെളിയിലോട്ട് വരുന്നത്? നിങ്ങൾ ആരെങ്കിലും തട്ടാൻ വരാറുണ്ടോ? അതോ പേടിച്ച് ഇത് സഹിക്കണമല്ലോ എന്നോർത്ത് ദൂരെ കൂടെ പോവാണോ ചെയ്യുന്നത്? അവനോട് വല്ലതും പറഞ്ഞ ആകെ പ്രശ്നവും, അതുകൊണ്ട് പറയണ്ട എന്ന് നിങ്ങളെ പേടിക്കുന്ന ആൾക്കാരുണ്ടോ? നിങ്ങൾ വളരെ വലിയ അപകടത്തിലാണ്. പുള്ളിയോട് പറഞ്ഞ പുള്ളിയുടെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും എന്ന് നിങ്ങളെ കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോക്കാം. കാരണം നാട്ടുകാരെല്ലാം മനസ്സിലാക്കിയ ഒരു കാര്യം, അകത്തിരിക്കുന്നത് അത്ര ശരിയായ സാധനമല്ല എന്നുള്ള കാര്യം. ഇൻ കേസ് നമ്മുടെ ഉള്ളിലുള്ളത് സുഗന്ധമാണെങ്കിൽ, കർത്താവിന്റെ സൗരഭ്യവാസനയാണെങ്കിൽ, ഒരു തട്ട് കിട്ടുവോ പൊട്ടുവോ എല്ലാം ചെയ്താൽ എന്തായിരിക്കും വെളിയിലേക്ക് വരുന്നത്? ആരെങ്കിലും നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോൾ, നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ, നിങ്ങളെ പുറത്താക്കുമ്പോൾ, നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ലാഫിംഗ് സ്റ്റോക്ക് ആക്കി മാറ്റുമ്പോൾ നിങ്ങൾ ആ സെൽഫ് ലൈഫ് പൊട്ടുമ്പോ എന്തായിരിക്കും വെളിയിലോട്ട് വരുന്നത്? അകത്തുള്ള ക്രിസ്തുവിന്റെ ജീവൻ അങ്ങ് ഒഴുകാൻ തുടങ്ങിയാൽ എന്ത് മനോഹരമായിരിക്കും. അപ്പൊ തട്ട് കിട്ടണം. അവിടെയാണ് നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷ എന്ന് പറയുന്ന രോഗം വരുന്നോ കൊറോണ വരുന്നോന്നും അല്ല, തട്ട് കിട്ടുന്ന.
തിരിച്ചപ്പോ നമ്മുടെ ഉള്ളിൽ ജീവന്റെ ജലനദികൾ ഉണ്ടെങ്കിൽ നമുക്ക് അവനോട് സ്നേഹമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ശരിക്കും ശമരിയാക്കാരി സ്ത്രീ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നത് പലതരത്തിലാണ്. പക്ഷെ കർത്താവ് പറയാണ്, നിനക്ക് ദാനം ചെയ്യാൻ ഞാൻ വെച്ചിരിക്കുന്നതെന്നറിയോ? ഈ സുഗന്ധമാണ്, ജീവന്റെ സുഗന്ധം, ജീവജല നദികൾ. അത് നിന്നിൽ നിന്ന് പുറപ്പെടും. എത്ര ഭയങ്കരമല്ലേ? അവന്റെ ജീവനെ കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, അവന്റെ ജീവന്റെ പ്രത്യാശ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, ആ ജീവൻ നമ്മളിൽ നിന്ന് ഒഴുകുമ്പോൾ, ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒരാൾക്ക് ഇടർച്ചയാകാൻ പാടില്ല, ഒരാൾ ഞാൻ നിമിത്തം വേദനിക്കാൻ പാടില്ല. വേദനിച്ചേക്കാം, അറിയാതെ സംഭവിച്ചേക്കാം. പക്ഷെ അങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടാൽ എനിക്ക് ഉള്ളിൽ വേദന തോന്നണം. കാരണം ഒരാളും എന്റെ മലിനതയുടെ മുമ്പിൽ വരാൻ പാടില്ല. എന്റെ ഉള്ളിൽ നിന്ന് അവരിലേക്ക് സുഗന്ധം മാത്രമേ ഉണ്ടാകാവൂ. ഇതാണ് കർത്താവ് പ്രോമിസ് ചെയ്യുന്ന ലൈഫ്. അപ്പൊ നമുക്ക് കർത്താവ് ശരിക്കും തരുന്ന ദാനം എന്താണ്? ആ ദാനം എന്ന് പറയുന്ന അവന്റെ ജീവന്റെ സൗരഭ്യമാണ്. അത് എപ്പോഴും അതെന്താ നമ്മുടെ ഉള്ളിൽ നിറയുന്നത്? ആസ് വി ഗോ ഓൺ, വാട്ട് ഫിൽസ് അസ്, അത് പരിശോധിക്കപ്പെടും ഇടയ്ക്കിടയ്ക്ക്. ചെറിയൊരു ഹോൾ ഇട്ട് ആരെങ്കിലും നോക്കും, ഓ ചേസിനോടൊന്നും പറഞ്ഞ ശരിയാവില്ലോട്ടോ, അവൻ ഭയങ്കര പ്രശ്നക്കാരനാണ്, മിണ്ടാതിരിക്കുന്നത് നമുക്ക് നല്ലത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, ഓ വോ അൺടു മീ, അയ്യോ കഷ്ടം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഈ ശമരിയക്കാരി സ്ത്രീയോട് കർത്താവ് പറയാണ്, ഈ ദൈവത്തിന്റെ ദാനം എന്താ നിനക്ക് മനസ്സിലായിരുന്നെങ്കിൽ, നമ്മുടെ ഇന്നത്തെ പെന്തക്കോസുകാരോടും ദൈവത്തിന്റെ ദാനം എന്താണ് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവര് ഈ പ്രോസ്പെരിറ്റി തിയോളജി പറഞ്ഞുകൊണ്ട് നാട് നീളെ ഊടാടി സഞ്ചരിക്കത്തില്ലായിരുന്നു. ആ ദാനം ചോദിച്ചേനെ, അത് ധാരാളമായിട്ട് കിട്ടിയേനെ. പക്ഷെ അത് ചോദിക്കുന്നില്ല, അത് മാത്രം ചോദിക്കുന്നില്ല. വേണ്ട, ശമരിയക്കാരിസ്ഥയേക്കാളും കഷ്ടമാണ് നമ്മുടെ കാര്യം. ശമരിയക്കാരിസ്ഥയുടെ കർത്താവ് ഭയങ്കര കരുണ കാണിച്ചു, പക്ഷെ നമ്മുടെ അത് കാണിക്കാൻ സാധ്യതയില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതറിയാമല്ലോ, ഇത് അറിഞ്ഞോണ്ടാണല്ലോ. ഈ ദാനം എന്തെന്നറിഞ്ഞു, ആത്മാവ് എന്തെന്നറിഞ്ഞു, അതിന്റെ കൃപാവരങ്ങൾ എന്താണെന്നറിഞ്ഞു, നമ്മൾ ചോദിക്കുന്നില്ല. അപ്പൊ നമ്മൾ തന്നെയാണ് റെസ്പോൺസിബിൾ. വി ഡോണ്ട് നീഡ് ഹിസ് ലൈഫ് എന്നുള്ളത്. അപ്പം നമ്മളോടും കർത്താവ് ഇന്ന് പറയുന്നത്, ദൈവം ശരിക്കും നിനക്ക് എന്ത് ദാനമാണ് തരുന്നതെന്ന് നീ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, നിന്നോട് ഇത് ദാനം ചെയ്യാൻ വന്ന് വാഗ്ദത്തം ചെയ്ത ഇതാരാണെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ, ആ ക്രിസ്തു ആണ് നിന്റെ മുമ്പിൽ നിന്ന് ഈ പ്രോമിസ് നിനക്ക് തരുന്നതെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, നീ അത് ചോദിച്ചേനെ. ഈ മുട്ടാപ്പോക്കുമായിട്ട് നീ എന്റെ അടുത്ത് വരത്തില്ലായിരുന്നു, അല്ലേ? അപ്പൊ നമുക്ക് കർത്താവ് എന്താ തരാൻ പോകുന്ന അറിഞ്ഞിരുന്നെങ്കിൽ അത് മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ജീവനുള്ള വെള്ളം എന്ന് പറഞ്ഞെന്തോ? ഒരു പിടയ്ക്കുന്ന വെള്ളം, അങ്ങനെയുണ്ടോ? പിടയ്ക്കുന്ന മീൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജീവനുള്ള മീനിനെ പിടിച്ച് തല്ലിക്കൊന്ന് കറി വെക്കാറില്ലേ? തല്ലിക്കൊല്ലുക എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഈ പിടയ്ക്കുന്ന വെള്ളമെന്നല്ല അതിനർത്ഥം. നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് എടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് വിശപ്പ് മാറുക അല്ല ചെയ്യുന്നത്, ദാഹം മാറുകയല്ല ചെയ്യുന്നത്. ഈ ലോകത്തിന്റെ ആ ഒരു പരവേശം അങ്ങ് മാറിയിട്ട് കർത്താവിലുള്ള ആ ഒരു സമാധാനം ഉള്ളിലേക്ക് തരുന്ന വെള്ളം, അതാണ് കർത്താവ് ഉദ്ദേശിച്ചത്. അടുത്ത വാക്യം, സ്ത്രീ അവനോട്, യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന് കിട്ടും? സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇന്നത്തെ ആൾക്കാർ കർത്താവ് വേണ്ടി ചോദിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പണ്ടൊരു ഉപദേശി ഒരാളോട് ചോദിച്ചു, പുള്ളി സ്വർഗത്തിനെ കുറിച്ചുള്ള വഴി എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാം. അപ്പോ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ആ ഉപദേശി ആരോട് ചോദിച്ചു, ഈ ടൗണിലോട്ടുള്ള വഴി ഏതാ? അപ്പൊ അയാൾ തിരിച്ചു ചോദിച്ചെന്ന് പറയുന്നത്, ഈ ടൗണിലോട്ടുള്ള വഴി അറിയാൻ വയ്യാത്ത ഉപദേശിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എങ്ങനെ അറിയാം എന്ന് പറയുന്ന പോലെ ഇവിടെ ഈ സ്ത്രീ ചോദിക്കുകയാണ്, ഈ കിണറ്റിലെ വെള്ളം കോരാൻ ഒരു കയറ് പോലും കയ്യിലില്ലാത്തവൻ, ഒരു തൊട്ടി പോലും കയ്യിലില്ലാത്ത നീ എങ്ങനെയാണ്, അത്രയും പോലും കയ്യിലില്ലാത്ത, ഒരു ബേസിക് റിസോഴ്സ് പോലും കയ്യിലില്ലാത്ത, വെള്ളം കോരാനുള്ള തൊട്ടി പോലും കയ്യിലില്ലാത്ത നീ എവിടെ നിന്നാണ് ഞങ്ങൾക്ക് ജീവന്റെ ജലം തരാൻ പോകുന്നത്? എന്താ നീ പറയുന്നത്? When I look at you, I don't feel like you are going to give me living water. എങ്ങനെ? നിന്റെ കയ്യിൽ വെള്ളം കോരാനുള്ള ബക്കറ്റ് പോലും ഇല്ല.
സോ ഹൗ ക്യാൻ യു മേക്ക് സച്ച് എ പ്രോമിസ്? ഇതാണ് ആ സ്ത്രീക്ക് അത്ഭുതം തോന്നുന്നത്. ഓക്കെ, എന്നിട്ട് പറയാണ്, നീ എന്തായാലും വലിയ ആളൊന്നും അല്ല. അതാണ് പുള്ളിക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ വെള്ളം തന്നെ ഇവിടെ ഉണ്ടാക്കിയത് ഞങ്ങളുടെ പിതാവായ യാക്കോബാണ്. എന്തായാലും അവനേക്കാൾ വലുതൊന്നും അല്ലല്ലോ നീ. അപ്പൊ ശരിക്കും പാരമ്പര്യവാദിയാണ് സ്ത്രീ. പാരമ്പര്യവാദം എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ മക്കൾ എന്ന് പറഞ്ഞില്ലെങ്കിലും ഞങ്ങളൊക്കെ യാക്കോബക്കാരുടെ മക്കൾ എന്ന് പറയുമായിരുന്നു. പാരമ്പര്യവാദം ആ പണ്ട് ഉണ്ടായിരുന്ന ഈ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള മെത്രാന്മാരെക്കാൾ അവനേക്കാളും വലുതാണോ നീ എന്നാ പലരും എന്നോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അവനാകുന്ന ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോകുന്നു എന്ന് സ്ത്രീ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ആകെ ഉള്ളത് ഈ വെള്ളമാണ്. ഇത് ഞങ്ങളുടെ വല്യപ്പന്മാര് ഞങ്ങൾക്ക് തന്നു. ഇത് കുടിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അല്ലാതെ നിന്റെ കയ്യിൽ തൊട്ടിയും കയറും ഇല്ലാത്ത നീ വന്നിട്ട് ജീവനുള്ള ജലം തരും എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് ഈ യാക്കോബിനേക്കാൾ വലിയവനൊന്നല്ല. എന്തായാലും നീ ദാഹിച്ച് വരണ്ട ഇവിടെ വന്നിരിക്കുവാണല്ലോ. അപ്പൊ യാക്കോബിനേക്കാൾ വലിയവനല്ലെന്ന് പോട്ടെ, എന്റെ കയ്യിൽ ഇത് കോരാനുള്ളൊരു തൊട്ടിയെങ്കിലും ഉണ്ട്, നിന്റെ കയ്യിൽ അത് പോലും ഇല്ല. എന്നിട്ടാണ് നീ പ്രോമിസുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരി പറയാണ്, ഞങ്ങൾക്ക് ഈ വെള്ളമൊക്കെ കുടിക്കാൻ ഞങ്ങൾ ജീവിച്ചോളാം. അന്ന് തൊട്ടേ ഇവിടുത്തെ മൃഗങ്ങളും എല്ലാം ഇതേ വെള്ളം തന്നെയാണ് കുടിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ജീവനുള്ള ജലവും ഈ നാട്ടില് കിട്ടാനില്ല. ഉടനെ യേശു പറയാണ്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാന് ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മകൻ വളരെ ചെറുതായിരിക്കും. അവൻ ഇഷ്ടം പോലെ ടോയ്സ് ഉണ്ടായിരുന്നു. ടോയ്സ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ആര് വന്നാലും എന്തെങ്കിലും ഗിഫ്റ്റ് ഈ ടോയ്സ് കൊണ്ടുപോയി. അതൊന്നും വലിയ ഗുണമുള്ളതൊന്നും ആയിരിക്കില്ല. പാവകള്, പഴയ ഉന്തിക്കൊണ്ട് നടക്കുന്ന വണ്ടികള്. അവസാനം ഇതെല്ലാം ഡാമേജ് ആയി ചാക്കിനകത്ത് കെട്ടി വല്ലവർക്കും വിൽക്കുകയാണ് പതിവ്. കാരണം ഉപയോഗശൂന്യമായി പോയല്ലോ. ആര് വന്നാലും, ഞങ്ങൾക്കത് 3-4 പിള്ളേരുണ്ട് ഇപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഈ ടോയ്സ് ഒരു വലിയൊരു ദാനം കിട്ടുന്ന. ഒരു ദിവസം എന്റെ മകനോട് ചോദിച്ചു, ഇതെന്താ ഈ ടോയ്സ്, ഒരു പുതിയ ടോയ് കിട്ടിയാൽ പെട്ടെന്ന് മടുക്കാൻ കാരണം എന്താ? 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെ അത് കളിക്കണം തോന്നാത്ത എന്തുകൊണ്ടാണ്? ഇറ്റ് വാസ് വെരി യങ്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ഈ ടോയ്സ് എപ്പോഴും മാറുന്നുണ്ട്, പക്ഷെ നിന്റെ അപ്പനും അമ്മയും മാറുന്നില്ലല്ലോ. ഒരേ അപ്പൻ തന്നെ, എല്ലാ ദിവസവും അതേ അപ്പൻ, എല്ലാ ദിവസവും അതേ അമ്മ. ഒരു ചേഞ്ച് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ? അവൻ പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ, ഈ ലോകത്ത് മനുഷ്യൻ എന്തുണ്ടാക്കിയാലും അതെല്ലാം മടുപ്പിക്കുന്നതാണ്. അതിന് ആദ്യത്തെ എക്സൈറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവം നമുക്ക് എന്തെങ്കിലും തന്നാൽ അതിന്റെ എക്സൈറ്റ്മെന്റ് ഒരിക്കലും മാറില്ല. അത് ആ എക്സൈറ്റ്മെന്റ് വർദ്ധിച്ചു വരുവുള്ളൂ. ആത്മാവിലുള്ള എല്ലാ ദാനങ്ങളും പിന്നീട് ദാഹിപ്പിക്കാത്തതും ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കാത്തതും വളർന്നു വരുന്നതും ജീവനിലേക്ക് മുതൽ കൂട്ടുന്നതുമാണ്. അത് ഞാൻ അവിടെ പറഞ്ഞതല്ല, ഞാനിപ്പോ പറഞ്ഞ. അപ്പൊ കർത്താവിന്റെ ജീവൻ നമുക്ക് ലഭിക്കുമ്പോൾ ആ ദാഹം, മതിയാകായ്മ, കുറച്ചും കൂടെ നല്ലത് കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ എന്നുള്ള തോന്നൽ. നിങ്ങൾക്കറിയാം ഈ മൊബൈൽ ഫോണുകളൊക്കെ എന്തിനാ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന്? അപ്ഡേറ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയത് വാങ്ങിച്ച മോനെ എന്ന് പറയാൻ വേണ്ടിയാ. എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പോരാ, ഇത് പോരാ, പുതുന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്തുള്ളത് അത്ര നല്ലതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ ക്രേവിങ് നമ്മുടെ ഇടയിൽ ഉണ്ടാക്കുന്നതാണ് ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളും. ഇറ്റ് എൻസ്ലേവ്സ് us. എന്നാൽ കർത്താവ് പറയാണ്, ഞാൻ തരുന്ന വെള്ളത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അത് കുടിച്ചാൽ പിന്നെ ദാഹം എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഡൺ. പക്ഷെ അങ്ങനെ നമുക്ക് ഈ ലോകത്തുള്ള ഒരു വ്യവസ്ഥ നടക്കില്ല. ലോകത്തുള്ള എല്ലാ വ്യവസ്ഥയിലും നമുക്ക് റീപ്ലേസ്മെന്റ് ഉള്ള കാര്യങ്ങൾക്കേ നമുക്ക് ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണം ഞാൻ പറയാം. പണ്ട് ഈ മൺകുടങ്ങൾ ഉണ്ടായിരുന്നു, മൺകുടങ്ങൾ. അപ്പൊ ഒരു മനുഷ്യൻ ഈ മൺകുടങ്ങൾ മാത്രമുള്ള കാലത്ത് പുള്ളി ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു. കഥയാണ്. ഞാൻ ഉണ്ടാക്കുന്ന മൺകുടങ്ങളൊന്നും പൊട്ടിപ്പോകരുത് എന്നുള്ളതായിരുന്നു ഗിഫ്റ്റ്. ഞാൻ ഇങ്ങനത്തെ കഥ പറയാറില്ല, ഇപ്പൊ 2 എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല, എന്നാൽ ഇതും കൂടെ പറഞ്ഞേക്കാം. അപ്പോ
ഇവൻ ഉണ്ടാക്കുന്ന മൺപാത്രങ്ങളൊന്നും പൊട്ടുന്നില്ല. ഭയങ്കര ഡിമാൻഡായി ആ വില്ലേജില്. വേറെ എല്ലാ മൺകുടവും പൂട്ടി, മൺകുടം ഫാക്ടറികളെല്ലാം പൂട്ടി. ഇവന്റെ മാത്രം ഭയങ്കര കച്ചവടമാണ്. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയോ? എല്ലാരും വാങ്ങിക്കഴിഞ്ഞപ്പോ പിന്നെ ഇവന് കച്ചവടമില്ല, അവന്റെ കച്ചവടം തീർന്നു. കാരണം പൊട്ടുന്നില്ലല്ലോ, പിന്നെന്തിനാ വാങ്ങിക്കുന്നത്? പിന്നെ അവൻ ദൈവത്തിന്റെ അടുത്ത് നിന്ന് പിന്നെയും പറഞ്ഞു, ദൈവമേ എന്റെ കുടം പൊട്ടാൻ നീ സഹായിക്കണേ. അങ്ങനെ പൊട്ടി, പിന്നെ അവൻ കച്ചവടം. അപ്പൊ ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളും ഔട്ട്ഡേറ്റഡ് ആവുകയോ പൊട്ടുകയോ നശിക്കുകയോ ചെയ്യുന്ന സാധനങ്ങൾ ലോകത്ത്, അതിന്റെ വ്യവസ്ഥ എങ്ങനെയാണ്? കാരണം ആ ബിസിനസ് തുടർന്ന് പോകണമെങ്കിൽ യു നീഡ് ടു അപ്ഗ്രേഡ് യുവേഴ്സെൽഫ്. പക്ഷെ കർത്താവിന്റെ ജീവൻ അങ്ങനെയല്ല. ആ ജീവൻ ഇറ്റേണൽ ആൻഡ് പെർമനന്റ് ആണ്. ആ ജലം നമ്മൾ കുടിച്ചാൽ പിന്നെ നമുക്ക് ഒരിക്കലും ലോകത്തിൽ എന്തെങ്കിലും വേണമെന്ന് തോന്നില്ല. വേറെ എന്തെങ്കിലും കുറിച്ച് നമുക്ക് ആസക്തി ഉണ്ടാവില്ല, ദാഹം തോന്നുകയില്ല. അതാണ് കർത്താവ് ഈ വാക്യങ്ങൾ പറയുന്നത്. ഞാൻ തരുന്ന ജലം നീ കുടിച്ചാൽ നിനക്ക് ഈ ദാഹിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഈ ഡയബറ്റിസ് ഉണ്ടായിട്ടുള്ള ആളുകൾ പറയുന്ന കേൾക്കാം. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞ കഥയാണ്. അദ്ദേഹത്തിന് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഭയങ്കര ദാഹം, സഹിക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിച്ചിട്ട് നിൽക്കുന്നില്ല. ഒരു കുപ്പി വെള്ളം കൊണ്ടേ കമത്തിയിട്ട് ദാഹം മാറുന്നില്ല. എന്നിട്ട് പുള്ളി എവിടെയോ യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് 2.5 ലിറ്റർ 7up മേടിച്ചങ്ങ് കുടിച്ചു. എന്തിനാ ദാഹം മാറുന്നു, എന്നിട്ടും ദാഹം മാറുന്നില്ല, കൂടി വരുവാ. ഡോക്ടറെ പോയി നോക്കിയപ്പോ ഡയബറ്റിസ്. അപ്പൊ ആ സ്പ്രൈറ്റ് എല്ലാം കുടിച്ചത് തട്ടിപ്പോയേനെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ദാഹം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ശരിക്കും നമുക്ക് ദാഹിച്ചാൽ ആ ദാഹം നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആണ്. എനിക്ക് ചില സമയത്ത് അനുഭവപ്പെട്ടിട്ടുണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ. പ്രത്യേകിച്ച് സൂം മീറ്റിങ്ങില് എഴുന്നേറ്റ് പോകുന്ന എങ്ങനെയാ, അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കാം. വായിൽ വെള്ളം വറ്റും, മറന്നുപോകും ചിലപ്പോൾ വെള്ളം കൊണ്ടുവയ്ക്കാനും, നേരത്തെ വിളിച്ചു പറയാനും പ്രയാസമാണ്. അപ്പൊ ഞാൻ വിചാരിക്കും ഓക്കെ, കടിച്ച് പിടിച്ച് ഒരു ദാഹം, ഭയങ്കര ദാഹമാണ്, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് മതി കുടിച്ച് തീർക്കാൻ. അപ്പൊ കർത്താവ് പറയാണ്, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ പിന്നെ ദാഹം എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല, ഡൺ. നിനക്ക് പിന്നെ ഒരു മതം വേണമെന്ന് തോന്നില്ല, നിനക്ക് കുറെ ആചാര്യന്മാർ വേണമെന്ന് തോന്നില്ല, ഒരു കൾട്ട് എന്ന് പറഞ്ഞ ഒരു ആരാധനാ സിസ്റ്റം വേണമെന്ന് തോന്നില്ല. നിന്റെ അകത്തൊരു തൃപ്തി ഉണ്ടായി കഴിഞ്ഞാൽ, കർത്താവ് നിന്റെ ഉള്ളിലേക്ക് ആ ജീവൻ തന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് യാതൊന്നിനെ കുറിച്ചും ഒരു ആസക്തിയും ഉണ്ടാവില്ല എന്നാണ് കർത്താവ് പറയുന്നത്. സോ ഷീ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അല്ലെ, അങ്ങനെ മനസ്സിലാക്കാനൊന്നും അവൾക്ക് പറ്റത്തില്ലായിരുന്നു. ഓക്കെ, അടുത്ത 14-ാം വാക്യത്തിൽ പറയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുന്ന ഉത്തരം പറഞ്ഞു. ഇവിടെയാണ് ടെക്നോളജി കർത്താവ് പറഞ്ഞത്. അതായത് ഈ വെള്ളം, ഒരുപക്ഷെ ആ സ്ത്രീ ഇപ്പോഴാണ് ഒന്ന് മാറി ചിന്തിക്കുന്നത്. കർത്താവ് പറയാണ്, ഞാൻ തരുന്ന വെള്ളം വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ, അത് അവിടെ നിന്ന് പുതിയ ഉറവുകൾ ഉണ്ടാക്കും. അത് കൊള്ളാം. അപ്പൊ റീസൈക്കിളബിൾ ആണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മുടെ ദാഹം മാറ്റുന്നു, പിന്നെ അത് വീണ്ടും ഒരു നീരുറവയായിട്ട് വയറ്റിനകത്ത് തന്നെ പൊട്ടി വരുന്നു. ഓക്കെ, പിന്നെ അത് ദാഹം മാറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നീരുറവകൾ ഉണ്ടാക്കുമോ. അപ്പൊ ഈ പുള്ളിക്കാർ വിചാരിച്ച എന്തോ പരിപാടി ഇതിനകത്തുണ്ട്. അതായത് ഞാൻ കുടിക്കുന്ന വെള്ളം ഒക്കെ നീരുറവയായിട്ട് പൊങ്ങി വന്ന് വീണ്ടും എന്റെ ദാഹം ശമിപ്പിച്ച്, അങ്ങനെ ഇനി പിന്നെ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ലാത്ത അവസ്ഥ വരും. ഫിസിക്കലിയാണ് വ്യാഖ്യാനിച്ചത്. അന്നത്തെ ജനങ്ങളുടെ, ഇന്നത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ ശിഷ്യന്മാരുടെ ചെവി തുറന്നിട്ടില്ലെങ്കിൽ നമുക്കിതെല്ലാം ഒരു ഫിസിക്കൽ ഡയമെൻഷനിൽ മാത്രമേ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുകയുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ സഹജമായ സ്വഭാവം. ദാറ്റ്സ് ഹൗ വി ഇന്റർപ്രറ്റ് ഇറ്റ്. അപ്പൊ കർത്താവിനോട് ഇവള് പറയാണ്, അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ, അതായത് ഈ അകത്ത് കുടിക്കുന്ന വെള്ളം നിത്യജീവനിലേക്ക്, ജീവൻ തീരുന്നവരെ, അങ്ങനെ മനസ്സിലാക്കിയാണ് ഒരിക്കലേ, ജീവൻ തീരുന്നവരെ, ജീവിക്കുന്ന അവസാന നിമിഷം വരെ ഇത് പിന്നെ ദാഹിക്കാതെ ഈ വെള്ളം നമ്മളിൽ വർദ്ധിച്ച് വന്നുകൊണ്ടേയിരിക്കും. സ്ത്രീ അവനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവളിപ്പോഴും നിൽക്കുന്നത് ശാരീരികമായ ദാഹത്തെക്കുറിച്ചാണ്. ഫിസിക്കൽ ടെസ്റ്റ്, വെള്ളം കുടിച്ചാൽ മാറുന്ന, സാധാരണ H2O വെള്ളം കുടിച്ചാൽ മാറുന്ന ആ ഒരു പോയിന്റിലാണ് അവൾ അപ്പോഴും നിൽക്കുന്നത്. ഓക്കെ,
അപ്പൊ കർത്താവ് അവളുടെ യഥാർത്ഥ ദാഹം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി, അവൾക്ക് മനസ്സിലാകാൻ വേണ്ടി തുടർന്ന് സംസാരിക്കുന്നത് എങ്ങനെയാണ്? യേശു അവളോട് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല എന്ന് പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞത്? ഇന്നത്തെ കാലത്താ പറഞ്ഞെങ്കിൽ അത്ര അത്ഭുതം തോന്നില്ലായിരുന്നു. പക്ഷെ അന്ന് ശമരിയക്കാരി സ്ത്രീയുടെ കർത്താവ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ നിന്റെ ഭർത്താവ് അല്ലെന്ന് പറഞ്ഞപ്പം ആ ശമരിയക്കാരി സ്ത്രീക്ക് അത്ഭുതം തോന്നി. കാരണം ഇവനൊരു യഹൂദൻ, ഞാനൊരു ശമരിയക്കാരി. ഈ ശമരിയക്കാരി സ്ത്രീയുടെ ജീവിത രഹസ്യങ്ങൾ എങ്ങനെയാണ് വളരെ ദൂരെ നിന്ന് നടന്ന അവശനായി വന്ന ഈ യഹൂദൻ അറിയുന്നത്? ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ ചോദിക്കുന്നില്ല, ഫേസ്ബുക്കിൽ എന്റെ ഫോട്ടോ കണ്ടായിരുന്നു ചോദിക്കും. കാരണം ഇന്ന് പ്രൈവറ്റ് ഒന്നുമില്ല, എല്ലായിടത്തും ഇത് പബ്ലിക്കായി. അതിനകത്തൊരു അത്ഭുതം ഉണ്ടാവില്ലായിരുന്നു അല്ലേ? ഉണ്ടാവില്ലായിരുന്നു. ചിലപ്പോ ഇവിടെ 5 പേരോട് നിൽക്കുന്ന ഫോട്ടോ കണ്ടിട്ടായിരിക്കും ചോദിക്കുന്നത്. പറയാൻ പറ്റില്ല, കാരണം ഇന്ന് രഹസ്യങ്ങളില്ല. അന്ന് അങ്ങനെയല്ല, അന്ന് സീക്രട്സ് ഭയങ്കര കൂടുതലായിരുന്നു. ഒരു നാളുകൾക്ക് മുമ്പ് നമ്മുടെ വായിന്ന് പോയില്ലെങ്കിൽ വേറൊരാൾ അറിയില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എവിടെയൊക്കെ ക്യാം ഉണ്ടെന്നും ഈ ക്യാം എവിടെയൊക്കെ ആരൊക്കെ കാണുന്നുണ്ടോ ഒന്നും അറിയാൻ വയ്യ നമുക്ക്. നമ്മുടെ ഒരു ഡിവൈസിലോട്ട് നമ്മുടെ ലോഗിൻ ഇൻഫർമേഷൻ അയക്കുമ്പം ഇന്ന് വളരെ അത്ഭുതകരമായിട്ട് ഞാൻ 1-2 ഇൻഫർമേഷൻസ് ഞാൻ എവിടെയോ എന്നോ തപ്പിയ ഒരു ഇൻഫർമേഷൻ ഇന്ന് എനിക്ക് സജഷൻ ആയിട്ട് വന്നിരിക്കുന്നു ഗൂഗിളിൽ. അപ്പൊ നമ്മുടെ സ്വഭാവം എന്താന്ന്, നമ്മൾ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നല്ലേ, ഈ മെഷീൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് സീക്രട്സ് ഇല്ല, അന്ന് അങ്ങനെയല്ല, അന്ന് സീക്രട്ട്. അപ്പൊ ഈ സഹോദരി, ഈ പെൺകുട്ടി, ഈ സ്ത്രീ പറയാണ്, നീ ഒരു പ്രവാചകനായതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇപ്പോ ഉള്ളവൻ ഭർത്താവ് അല്ലെന്നുള്ള കാര്യം ഞാൻ ഒരു മനുഷ്യനോടും പറഞ്ഞിട്ടില്ല. സീക്രട്ട്. നീ ഇത് അറിഞ്ഞെന്ന് പറഞ്ഞാൽ നീ ഒരു പ്രവാചകൻ തന്നെയാണ്. എന്നിട്ട് ഉടനെ ആ സ്ത്രീ പറയുന്ന വേറൊരു കാര്യമാണ് എനിക്ക് വളരെ രസകരമായിട്ട്, പ്രവാചകനാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് തോന്നുകയാണ് പെട്ടെന്ന് തന്നെ ഈ ആരാധനയുള്ള വ്യത്യാസം പറഞ്ഞേക്കാം. കാരണം അവരുടെ പ്രവാചകന്മാരല്ലല്ലോ ഞങ്ങളുടെ പ്രവാചകന്മാർ. ഇനി പ്രവാചകൻ എങ്ങാനും വന്ന് മതം മാറ്റണ്ട. അപ്പൊ ഓൾറെഡി പുള്ളിക്കാരി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യത്യാസം പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെനോഫോബിയയുടെ അടിസ്ഥാനം. അതായത് മതവർഗ വിദ്വേഷം, ജാതി മത വ്യത്യാസം. ഒരു ജാതിയിൽപ്പെട്ടവര് സുപ്രീം ആണെന്നും ബെറ്റർ ആണെന്നും അവർക്ക് തന്നെ തോന്നുന്ന ആ ഒരു നാരോ മൈൻഡഡ്നെസ്. ഓക്കെ, അപ്പൊ സ്ത്രീ പറയണം നമ്മൾ തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നീ എനിക്ക് ജീവന്റെ ജലം പറഞ്ഞ് തന്നൊക്കെ സംബന്ധിച്ചു, നീ പ്രവാചകനെ ഞാൻ ശുശ്രൂഷ വേണേ പ്രസംഗിക്കാൻ ചാൻസ് ഒക്കെ തരാം. പക്ഷേ നീ ഞാനും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ മാറത്തില്ല കേട്ടോ. യു ആർ ഡിഫറെന്റ്, വി ആർ ഡിഫറെന്റ്. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു, നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരുശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയും. ഇത് ബേസിക്കലി ഒരു ആരാധനയിലുള്ള വ്യത്യാസമാണ് അല്ലെ? ഇപ്പൊ ലോകത്തുള്ള ഏത് മനുഷ്യരെ വെച്ച് നോക്കിയാലും ആരാധന രീതിയിലുള്ള വ്യത്യാസം ഭയങ്കരമാണ്. ഇപ്പൊ കേരളത്തിൽ ഓർത്തഡോക്സുകാർ യാക്കോബക്കാരും തമ്മിൽ തർക്കമുണ്ട്. ആരാധന നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെയാ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മെത്രാങ്കശ ഓർത്തഡോക്സുകാര് കുറച്ച് സിറിയാനി കുറച്ച് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ കാര്യമായ വ്യത്യാസമൊന്നും, ചെറിയ മൈനർ ഡിഫറൻസസ് ഒക്കെ ഉണ്ട്. വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. അത് പക്ഷേ ആർക്കും അറിയത്തില്ല അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെന്ന്. ഈ യാക്കോബായും ഓർത്തഡോക്സും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയത്തില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും ഒരു കോമൺ ഒറിജിനുള്ള സഭയാണെങ്കിലും ഇവർ ഒന്നായിരുന്ന കാലത്ത് അവർക്ക് ഒരു ഉപദേശ വ്യത്യാസം ഉണ്ടായിരുന്നു മറ്റു സഭകളുമായിട്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ പ്രകൃതത്തെ കുറിച്ചുള്ള ഒരു വ്യത്യാസം. അതായത് അതിന് മോണോഫിസൈറ്റിസം എന്ന് പറയും. അതൊരു ദുരുപദേശമായിട്ട് എനിക്ക് തോന്നുന്നു കൽക്കദോന്യ സുന്നഹദോസിൽ വെച്ച് അത് ദുരുപദേശമായിട്ട് ആഗോള സഭ കണ്ടതാണ്. പക്ഷെ യാക്കോബ സഭക്കാർ കൽക്കദോന്യ സുന്നഹദോസ് എന്ന് പറയുന്നത് ഒരു അതോറിറ്റേറ്റീവ് സുന്നഹദോസ് അല്ല, അതൊരു പാഷാണ്ട സുന്നഹദോസ് ആണെന്നാണ് യാക്കോബക്കാർ ഏറ്റു പറയുന്നത്. അപ്പൊ അവിടെ പറയുന്ന യഥാർത്ഥ കാര്യം എന്താന്ന് പക്ഷെ ഇവിടെ ആർക്കും അങ്ങനെ നിശ്ചയമില്ല. കൽക്കദോനിക സുന്നഹദോസിൽ കട്ട് ചെയ്യപ്പെട്ട
ആ ഒരു ദുരുപദേശം എന്ന് പറയുന്നത് ഇതാണ്: യേശു ക്രിസ്തുവിന് രണ്ട് പ്രകൃതങ്ങൾ ഉണ്ടായിരുന്നില്ല. അതായത് ഒരേ സമയത്ത് ദൈവവും മനുഷ്യനും എന്ന വ്യത്യസ്തമായ വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് രണ്ട് നേച്ചർ ഉണ്ടായിരുന്നില്ലെന്നാണ്. ഈ രണ്ട് നേച്ചറും കൂടെ ഇടകലർന്ന് ഒരു സിംഗിൾ നേച്ചറായി മാറുകയായിരുന്നെന്നും ആണ് അവർ പഠിപ്പിച്ചത്. മോണോഫിസൈറ്റിസം എന്ന് പറയും. അതായത് യേശുക്രിസ്തു ദൈവമാണ്, മനുഷ്യനാണ്. പക്ഷെ ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരു ദൈവ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ രണ്ട് സെപ്പറേറ്റ് ഡിസ്റ്റിങ്ക്ട് നേച്ചർ ഇല്ല. അതാണ് അവർ പഠിപ്പിച്ച കാര്യം. അപ്പൊ നമ്മൾ വിചാരിക്കുമോ അങ്ങനെ പഠിപ്പിച്ച തന്നെ കുഴപ്പമില്ല, ഏതെല്ലാം മൈനർ ഡിഫറൻസ് അല്ലേ എന്ന് ഓർക്കുമായിരിക്കും. പക്ഷെ സഭ ചിന്തിച്ച അങ്ങനെയല്ല. സഭ ചിന്തിച്ചത് യേശുക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും ഇടകലർന്നു പോയിരുന്നെങ്കിലുള്ള കുഴപ്പം. യേശുക്രിസ്തുവിന്റെ പരീക്ഷണങ്ങൾ, അതുപോലെ യേശുക്രിസ്തുവിന്റെ പൂർണ്ണമായ ദൈവത്വം, ഇടകലരാത്ത ദൈവത്വം. മനുഷ്യന്റെ സ്വഭാവമായിട്ട് ഇടകലർന്നു പോയാൽ പിന്നെ ദൈവത്തെ ദൈവം എന്ന് വിളിക്കാൻ പറ്റില്ല. ദാറ്റ്സ് അഗെയിൻസ്റ്റ് ഹിസ് സെപ്പറേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേഷൻ. അപ്പൊ അതുകൊണ്ട് ആഗോള സഭ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ല. Godhead cannot be mixed with humanhood. യേശുവിന്റെ ദൈവത്വം ഒരിക്കലും മനുഷ്യത്വമായിട്ട് മിക്സ് ആവാൻ പറ്റത്തില്ല. കാരണം ദൈവത്വം ഒന്നുമായിട്ട് മിക്സ് ആവുന്നില്ല. ദാറ്റ്സ് ഡിസ്റ്റിങ്ക്ട് എറ്റേണൽ എന്ന് സഭ പറയും. അപ്പം യാക്കോബക്കാര് അതാണ് വിശ്വസിക്കുന്നത് ഇന്നും. പക്ഷെ അവർക്ക് ആർക്കും ഇത് അറിയത്തില്ല. മിക്കവാറും ആൾക്കാർക്ക് ഈ മോണോഫിസൈറ്റുകളാണ് അവരെന്ന് അറിയില്ല. യാക്കോബ് ബുർദാന എന്ന് പറയുന്ന ഒരു സന്യാസിയുടെ പേരാണ് ഇവരുടെ യാക്കോബായ എന്നുള്ള പേര് അവിടെ വന്നതാണ്. ഓക്കെ. ഓർത്തഡോക്സുകാര്, മത്രാൻ കക്ഷിക്കാര്, എനിക്ക് തോന്നുന്നു അടുത്ത എപ്പോഴോ ഒരു സമയത്ത് ഈ ഞങ്ങൾ മോണോഫിസൈറ്റുകൾ അല്ല എന്ന് പ്രഖ്യാപിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഐ എം നോട്ട് വെരി സർട്ടൻ അബൌട്ട് ദാറ്റ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു വ്യത്യാസം ഇവർ തമ്മിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെയുള്ള വ്യത്യാസങ്ങൾ മുഴുവൻ ആരാധന രീതികളെ സംബന്ധിക്കുന്നതാണ്. ആ മലയിൽ വേണോ ഈ മലയിൽ വേണോ എന്നുള്ളതാണ്. ഇവർ തമ്മിൽ എങ്ങനെയാണ് ഒരു യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റും പോസിബിൾ? ചിലർ അമ്പലത്തിൽ പോയാലേ ശരിയാവുള്ളൂ എന്ന് പറയുന്നു, വേറെ ചിലർ മോസ്കിൽ പോകണമെന്ന് പറയുന്നു, വേറെ ചിലർ പള്ളിയിൽ പോകണമെന്ന്, വേറെ ചിലർ പറയുന്നത് പ്രത്യേക പള്ളിയിൽ പോകണമെന്ന് പറയുന്നു. ഇവരെല്ലാം ഒന്നാക്കി മാറ്റാൻ കർത്താവ് ഒരു കാര്യം പറഞ്ഞത് എന്താണെന്നറിയാം? ദൈവത്തെ നമസ്കരിക്കുന്നവർ. ഇതാണ് യൂണിറ്റി. പോയിന്റ് ഓഫ് യൂണിറ്റി ഇതാ, അല്ല വേറൊരു പോയിന്റ് ഓഫ് യൂണിറ്റി ഇല്ല. നമ്മൾ കൺവേർജ് ചെയ്യുന്ന, ഒന്നിച്ച് ചേരുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഏതാണെന്നറിയാമോ? അടുത്ത വാക്യം കർത്താവ് പറയാണ്, സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്കാം. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ആ മലയിലുമല്ല, നിങ്ങളുടെ മലയിലുമല്ല, യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നീ വിശ്വസിച്ചോ? അപ്പൊ എങ്ങനെ യൂണിറ്റി ഉണ്ടാകാൻ പോകുന്നത്? ഒരു പ്രത്യേക സ്ഥലത്തുള്ള ആരാധന ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് യൂണിറ്റി. പള്ളികളിൽ, അതായത് ഒരു ലൊക്കേഷനിൽ പോയി നിന്ന് ആരാധിക്കുന്ന ആ ഒരു രീതി തന്നെ മാറ്റിക്കളഞ്ഞു. ആ മലയിലുമല്ല ഈ മലയിലുമല്ല. നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ ആ മലയിലും പോകണ്ട, ഈ മലയിലും പോകണ്ട, യെരുശലേമിലും പോകണ്ട എന്ന ഒരു ദിനം വരുന്നു. ഇതാ ഇപ്പോൾ അത് വന്നുമിരിക്കുന്നു. That means these religions are going to be closed down. ഈ മതങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ പോവുകയാണ്. സെനോഫോബിയ, ശമരിയക്കാരൻ, യഹൂദൻ, ഗ്രീക്കുകാരൻ, ഈ ഡിഫറൻസസ് എല്ലാം ഉപേക്ഷിക്കാൻ പോവാണ്. അത് ഇല്ലാതായി പോകും. എങ്ങനെ ഇല്ലാതായി പോകുന്നറിയോ? എങ്ങനെ ഇല്ലാതായി പോകുന്നേ? ജീവന്റെ ജലം, ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് പകർത്തപ്പെടുമ്പം നമുക്ക് ആരാധിക്കുവാൻ ദൈവത്തെ അന്വേഷിച്ച് വെളിയിൽ പോകണ്ടാത്തൊരവസ്ഥ വരിക ചെയ്യുന്നത്. അതായത് ടു വർഷിപ്പ് ദ ലോർഡ് വി ഡോണ്ട് ഹാവ് ടു ട്രാവൽ എനി ഡിസ്റ്റൻസ്. വീട്ടിലിരുന്നാൽ മതി, നടന്നാൽ മതി, ജീവിച്ചാൽ മതി എന്നുള്ള അവസ്ഥ വരുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഓ അപ്പൊ ഞായറാഴ്ച വരണ്ടെന്നാണോ ഈ പാസ്റ്റർ പറയുന്നത്? അല്ല അല്ലല്ല, നിങ്ങൾ ഒത്തിരി വായിക്കരുത്, ഞാൻ പറയുന്നത് മാത്രം വായിച്ചാൽ മതി. ഓക്കെ? ആരാധിക്കാൻ നമുക്ക് എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. അവിടെ ഇരുന്നുകൊണ്ട്
നിങ്ങൾക്ക് അതിനു വേണ്ടി ഒരു പ്രത്യേക വസ്തു വേണമെന്നില്ല, ഒരു പ്രത്യേക പൊസിഷനിൽ ഇരിക്കണമെന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന കാര്യം ചെയ്യണം അല്ലെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കണമെന്നില്ല. യാതൊരു നിബന്ധനകളുമില്ല. വർഷിപ്പ് ഈസ് ഫ്രീ ആൻഡ് എവറി ടൈം വർക്ക്. എപ്പോഴും നമ്മൾ തുടരേണ്ട ഒരു കാര്യമാണ് വർഷിപ്പ്. അത് നമ്മുടെ ബുദ്ധി കൊണ്ട്, ശരീരം കൊണ്ട്, ആത്മാവ് കൊണ്ട് ഏത് സമയത്തും ദൈവത്തിന് മഹത്വം കരയറ്റുന്നവരാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാമോ, നമുക്ക് എല്ലാ ആരാധനാലയങ്ങൾ വേണം, കൂടി വരണം, കൂട്ടായ്മ യോഗങ്ങൾ നടക്കണം, അവിടെ നമ്മൾ മറ്റു സഹോദരങ്ങളെ ബലപ്പെടുത്തുന്ന പ്രബോധനങ്ങൾ വേണം, സാക്ഷ്യങ്ങൾ വേണം, വചനം സംസാരിക്കപ്പെടണം, പാട്ടുപാടി നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, ഒന്നിച്ച് സ്തുതിക്കണം, ഇതെല്ലാം ആവശ്യമാണ്. ഓക്കെ, പക്ഷേ ദൈവത്തെ നമസ്കരിക്കാൻ അങ്ങനൊരു സ്ഥലത്ത് പോകണമെന്ന് അബ്സല്യൂട്ട്ലി നിർബന്ധമില്ല. കാരണം അങ്ങനെ ഒരു സിസ്റ്റം ദൈവം എടുത്തു കളഞ്ഞു. അപ്പോൾ ദൈവത്തെ സത്യ നമസ്കാരികൾ എങ്ങനെ നമസ്കരിക്കും എന്നാ പറയുന്നത്? എങ്ങനെ നമസ്കരിക്കും? കർത്താവ് പറയാണ്, യേശു അവരോട് പറഞ്ഞ, സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്കാൻ, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കും, ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല. അപ്പൊ രണ്ടുപേരുടെ ഐഡിയ കട്ട് ചെയ്ത് കളഞ്ഞു. യെരുശലേമിലാന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ശമരിയാക്കാർക്ക് വിഷമായിന്. ഗെരിസീം മലയിൽ എന്ന് പറഞ്ഞിരുന്ന യെരുശലേമാർ ആ വഴിക്ക് വരത്തില്ലായിരുന്നു. ഞാൻ ഈ ഒരു അവസ്ഥ കണ്ടത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രയിലെ വില്ലേജുകളിൽ നമ്മളൊരു മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്താല്, നമ്മള് ഒരു ഹൈകാസ്റ്റ് ആളുടെ വീട്ടിലാണ്, അവിടെ ഹൈകാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കോളനിയിലാണ് നമ്മൾ സഭ തുടങ്ങിയതെങ്കിൽ, പിന്നെ നമുക്ക് വേറൊരു കാസ്റ്റിന്റെ അടുത്തും പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ ചർച്ച ഉണ്ടായാൽ അത് അവരുടെ ചർച്ച ആയിരിക്കും, വേറെ ഒരാളെ അതിനകത്ത് കയറ്റിയില്ല. അപ്പോ ആന്ധ്രയിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വില്ലേജുകളിൽ ഓരോ വിഭാഗത്തിനും സഭകളാണ് പല സ്ഥലത്ത്. അപ്പൊ ഞങ്ങളൊരു ഔട്ട് സ്റ്റേഷൻ വർക്ക് ആരംഭിക്കാൻ വേണ്ടി ഒരു വില്ലേജ് ചെന്നപ്പം അവിടുത്തെ ഒരു ഉപദേശി ഞങ്ങൾ പറഞ്ഞാണ്, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മള് വീട് വാടകയ്ക്ക് എടുത്ത് എല്ലാവർക്കും വരാവുന്ന റോഡുള്ള ഒരു സ്ഥലത്ത് എന്തെങ്കിലും പണിത് തുടങ്ങിയാൽ മാത്രമേ പരിപാടി നടക്കുള്ളൂ. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാലാ വിഭാഗക്കാരുടെ വീട്ടിൽ പോയി പ്രാർത്ഥന നടത്തിയാൽ മാളിക വിഭാഗക്കാരെ പിന്നെ നിങ്ങൾ സൂക്ഷിക്കണം പറഞ്ഞ് കേൾക്കത്തേയില്ല. അവിടുത്തെ രണ്ട് വിഭാഗങ്ങളാണ്. ഓക്കെ, അപ്പൊ കർത്താവ് എന്താ ചെയ്ത്? അവരുടെ സിസ്റ്റത്തെ എടുത്തു കളഞ്ഞു, ഇവരുടെ സിസ്റ്റത്തെ എടുത്തു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞ ആത്മാവ് വന്നാൽ പോയി. ആത്മാവ് വന്നാൽ പിന്നെ നിങ്ങൾക്ക് വേർതിരിവുകളില്ല, ജാതി വ്യത്യാസമില്ല. ആത്മാവ് വന്നാൽ നമ്മൾ ദൈവത്തിന്റെ മക്കളായി. ദൈവത്തെ ഡയറക്റ്റ്, ഇടനിലക്കാരില്ലാതെ, പുരോഹിതന്മാരില്ലാതെ, ആരാധന വസ്തു ഇല്ലാതെ, ആത്മാവിൽ ഒരു ലൊക്കേഷനെ കുറിച്ച് നിർബന്ധമില്ലാതെ ആത്മാവിൽ ദൈവത്തെ നമസ്കരിക്കുന്ന നാഴിക, ടൈം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശമരിയാക്കാരി, നീ എന്റെ ശത്രുവല്ല, നീ എന്റെ മകളാണ്. കാരണം നിനക്കും ദൈവത്തെ സ്തുതിക്കാനുള്ള നാള് വന്നിരിക്കുന്നു. അവരും ഇവരും എല്ലാവരും ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കുന്ന ഒരു നാൾ വന്നിരിക്കുന്നു. സുവിശേഷത്തിന്റെ സദ്വാർത്ത എന്ന് പറയുന്നത് ആ മുട്ടുമടക്കൽ ആരാധിക്കാൻ വേണ്ടി ആയിരിക്കും എന്നുള്ളതാണ്. എന്നാൽ സുവിശേഷത്തിന്റെ കാലം കഴിയുമ്പോൾ ഉള്ള മുട്ടുമടക്കൽ ആരാധനയ്ക്ക് വേണ്ടിയുള്ളതല്ല, പിന്നെയോ അത് ദൈവത്തിന്റെ ശക്തിക്ക് മുമ്പിൽ അടിയറോ പറഞ്ഞ് ശത്രു കീഴടങ്ങുന്ന പോലെ. ഓക്കെ, അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഈ ഒരു കോൺവെർസേഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് വർഷിപ്പിനെ കുറിച്ചുള്ള, ജീവനുള്ളവരുടെ ആരാധന, അത് ആത്മാവിലും സത്യത്തിലും വരേണ്ടതാണ്. ഇൻ ട്രൂത്ത് ആൻഡ് ഇൻ സ്പിരിറ്റ്, ആത്മാവിലും സത്യത്തിലും. അപ്പൊ സത്യ നമസ്കാരികൾ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്? സത്യ നമസ്കാരികൾ ദൈവത്തെ ആരാധിക്കുന്നത് ആത്മാവിലും സത്യത്തിലുമാണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നിങ്ങൾ അറിയാത്തതിന് നമസ്കരിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിന് നമസ്കരിക്കുന്നു, രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. അപ്പൊ കർത്താവ് ഒരു കാര്യം പറഞ്ഞു കേട്ടോ, ഈ പരീശന്മാരും സദൂക്യന്മാരും തമ്മിൽ വഴക്കുണ്ടാകുമ്പോഴും കർത്താവ് വഴക്കിനെതിരായിരുന്നെങ്കിലും പരീശന്മാരുടെ ഉപദേശത്തോടാണ് കർത്താവ് യോജിച്ചത്, സദൂക്യരുടെ ഉപദേശത്തോടല്ല. അതുപോലെ തന്നെ ശമരിയാക്കാരി സ്ത്രീ പറഞ്ഞതിനോടല്ല കർത്താവ് യോജിക്കുന്നത്. ഗെരിസീം മലയിലല്ല വർഷിപ്പ്, യെരുശലേമിലാണ്.
ദേവാലയമാണ് ദൈവം നൽകിയത്. അതാണ് റൂൾ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അറിയത്തില്ലാത്തതിനെയാണ് നിങ്ങൾ അനുഗമിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ അറിയുന്നതിനെയാണ്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ സംബന്ധിച്ച് ഇത്രയും പണിയുള്ളൂ, ഈ രക്ഷ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക, ലോകം മുഴുവൻ എത്തിക്കുക. രക്ഷ യഹൂദന്മാരിൽ നിന്ന് വരാനുള്ള സമയമായിരിക്കുന്നു, വെയിറ്റ് ചെയ്തോളൂ. അത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്കും ഞങ്ങൾക്കും, അതായത് യഹൂദന്മാർക്കും, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ഫ്രീ ആയിട്ട് ആരാധിക്കാവുന്ന ഒരു കാലം ഉടനെ വരും. അപ്പോൾ ഈ മലയും അപ്രസക്തമാവും, ഈ ടെമ്പിളും അപ്രസക്തമാവും, എല്ലാം അപ്രസക്തമാവും. ആത്മാവിലുള്ള ആരാധന മാത്രം നമുക്ക് ഇമ്പോർട്ടന്റ് ആകുന്ന ഒരു സമയം. ഓക്കെ, ഇപ്പോൾ വന്നുമിരിക്കുന്ന സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും. ദൈവത്തിനൊരു ആഗ്രഹമുണ്ട് അവനെ നമസ്കരിക്കുന്നവർ എങ്ങനെയാകണം. എങ്ങനെയാകണം? They have to be spirit filled and in truth. അവർ ആത്മാവിൽ നിറഞ്ഞവരും സത്യമുള്ളവരുമായിരിക്കും. They need to be filled with the spirit. അപ്പൊ നമുക്ക് അകത്തുനിന്ന്, നമ്മുടെ ആത്മാവിനകത്തുനിന്ന് ദൈവത്തെ വർഷിപ്പിക്കാൻ പറ്റും. നമ്മൾ ട്രൂത്ത്ഫുൾ അല്ല, നമ്മുടെ ഉള്ളിൽ വഞ്ചന ഉണ്ടെങ്കിൽ, നമുക്ക് ശരിയായൊരു അനുതാപമില്ലെങ്കിൽ, നമ്മുടെ ഉള്ളിൽ നിന്ന് ആരാധന ഉണ്ടാവില്ല, നമസ്കരിക്കാൻ പറ്റില്ല ദൈവം. അതുകൊണ്ടാണ് നിങ്ങൾ യാഗമർപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആരോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ എന്നല്ല, നിങ്ങളോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ യാഗവസ്തു അവിടെ വെച്ചിട്ട് പോയി അവനോട് രമ്യപ്പെടണം. കാരണം എന്താണെന്നറിയോ? ട്രൂത്ത് ഇല്ലാതെ കർത്താവെ, എന്താ ട്രൂത്ത്? ട്രൂത്ത് എന്ന് പറയുന്നത് കർത്താവ് തന്നെയാണ്. ജീസസ് ഈസ് ദ ട്രൂത്ത്. അപ്പൊ നമുക്ക് ക്രിസ്തു ഇല്ലാതെ, ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ, നമുക്ക് ഈസി ചെയറിൽ ഇരുന്നുകൊണ്ട് ക്രിസ്തുവിന്റെ ജീവൻ ജീവിക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ തട്ടുകൊള്ളണം. ഈ തട്ടുകൊള്ളുമ്പോഴാണ് നമ്മൾ യേശുവിന്റെ ജീവനുള്ളവരാണോ എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്, ആത്മാവുള്ളവരാണോ എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അകത്ത് സത്യവും ആത്മാവും ഉള്ളവർ, ട്രൂത്ത് ഉള്ളവർ, കർത്താവിന്റെ മുമ്പിൽ പാപങ്ങൾ അഴിഞ്ഞുപോയവർ, നമ്മുടെ മറച്ചു വെക്കുന്ന കുപ്പായം കർത്താവിന് മുമ്പിൽ അഴിഞ്ഞുപോയി, നമ്മുടെ പാപം അവന്റെ മുമ്പില് തെളിവായി വെളിപ്പെട്ട് വന്നിട്ടുള്ളവർ. സഹോദരങ്ങളെ, അങ്ങനെയുള്ളവരെന്നെ ആരാധിച്ചാൽ മതി എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്യൂർ ആയിട്ടുള്ളൊരു വർഷിപ്പ് ദൈവത്തിന് കൊടുക്കാൻ. നമ്മൾ ആരും തികഞ്ഞവരല്ല, നമ്മൾ ഈ ലോകത്ത് അങ്ങനെ ആകാനും പോകുന്നില്ല. പക്ഷെ സത്യം ഉള്ളവരെന്ന് പറഞ്ഞാൽ അതിനർത്ഥം, ഞാനത് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ഓണസ്റ്റ് ടു ഗോഡ്. കർത്താവിന് മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ഇത്രേ ഉള്ളൂ എന്റെ കർത്താവ്, ഞാൻ ഭാവിക്കേണ്ടതിന് മീത് നീതിമാനെന്ന് ഭാവിക്കുന്നു, എന്നോട് ക്ഷമിക്കണം. എന്റെ ട്രൂത്ത് എന്താണ്? നീയാകുന്ന ട്രൂത്ത് എന്താന്ന് എന്നെ കാണിച്ചു തരണം, എന്നെ കൺവിക്ട് ചെയ്യണം. ഞാൻ നിന്നെ ആരാധിക്കും. ഇങ്ങനെയുള്ളവർ ദൈവത്തെ ആരാധിച്ചാൽ മതി എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ഒരു ആഗ്രഹമുണ്ട് അവനെ ആരാധിക്കുന്ന ആരായിരിക്കണം എന്നുള്ളത്. നിങ്ങൾ വിചാരിക്കുമായിരിക്കും, ആരാധിക്കുന്ന കാര്യം പറഞ്ഞല്ലേ? അതെ ഉദ്ദേശിച്ചത് നമ്മൾ നല്ലപോലെ പാട്ട് പാടാൻ അറിയാവുന്ന, നല്ലപോലെ കീബോർഡ് അടിക്കാൻ അറിയാവുന്ന ആൾക്കാർ നല്ല താളത്തിൽ അതാണോ ഇങ്ങനെയുള്ളവരായിരിക്കണം എന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ചർച്ചകളിൽ പലയിടത്തും ഈ വർഷിപ്പ് ലീഡേഴ്സ് ഉണ്ട്. ഇവരെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരെ വർഷിപ്പ് ലീഡേഴ്സ് ആയിട്ട് നിയമിക്കുന്നത്? എന്തടിസ്ഥാനത്തിലാണ്? സത്യത്തിലും ആത്മാവിലും ദൈവത്തെ നമസ്കരിക്കുന്നവരെന്നുള്ള രീതിയിലാണോ? അതോ നല്ല ശ്രുതിയിലും രാഗത്തിലും താളത്തിലും പാട്ടുപാടാൻ അറിയാവുന്നവർ, ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യാൻ അറിയാവുന്നവർ, അല്ലെങ്കിൽ ഈ ആളുകളെ മുഴുവൻ പറഞ്ഞ് വശീകരിച്ചെടുത്ത് തുള്ളിപ്പിക്കാൻ അറിയാവുന്നവർ? അങ്ങനെയുള്ളവരെയാണ് നമ്മൾ വർഷിപ്പ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. ആ ബ്രദർ വർഷിപ്പ് ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ, എന്റെ പ്രിയ സഹോദരങ്ങളുടെ, വർഷിപ്പ് എന്ന് പറയുന്ന ഒരു സ്വമേധാ ദാനമാണ്, യാഗമാണ്. അത് വേറൊരാൾ നിർബന്ധിച്ച് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. സ്തോത്രം ഈ സ്പോണ്ടേനിയസ്, വർഷിപ്പ് ഈ സ്പോണ്ടേനിയസ്. അത് നമ്മള് നിങ്ങളിങ്ങനെ കൈ ഉയർത്തി സ്തുതിക്കാതിരുന്നാൽ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിക്കാനുള്ളതല്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്.
ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ സ്റ്റേജിൽ കിടന്നുകൊണ്ട് ആൾക്കാർ ഭീഷണിപ്പെടുത്തുകയാണ്, ഇതിലും ഭേദം അവർ തോക്കെടുത്ത് ചൂണ്ടിട്ട് വർഷിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ജയിപ്പിക്കുന്നത് ഇതിലും ഭേദമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ട് പുറകിൽ അവർ നിൽക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുത്തനെ കൊണ്ട് വർഷിപ്പ് ചെയ്യിപ്പിച്ചിട്ട് എന്ത് കാര്യം? അവനവിടെ ചിന്തിക്കുക, ഇവന്റെ ഈ പെർഫോമൻസ് കുറച്ച് കൂടുന്നുണ്ട്, ഞാനിവിടെ ഇരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവൻ സ്വസ്ഥമായിട്ട് ഇരിക്കുക, സമാധാനമായിട്ട്. അന്നേരമാണ് ഇവൻ ആ ഇരിക്കുന്ന ആളോട് ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേക്കണം. അപ്പൊ ആൾക്കാർ നോക്കുമ്പോൾ വഴക്കുണ്ടാക്കേണ്ടത് വിചാരിച്ച് ഇവനെ എഴുന്നേക്കും. എന്തിനാണ് ഇങ്ങനെ നിർബന്ധിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ബലം പിടിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, നമുക്ക് സ്വമേധായാഗങ്ങൾ അർപ്പിച്ച് സ്വന്തം മനസ്സോടെ വോളണ്ടറി സാക്രിഫൈസ്, ഈ യാഗം, ആരാധന എന്ന് പറയുന്ന, സ്തോത്രയാഗം എന്ന് പറയുന്ന എപ്പോഴും ഒരു വോളണ്ടറി സാക്രിഫൈസ്. അതൊരിക്കലും വേറെ നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് കം ഔട്ട് സ്പോണ്ടേനിയസ്ലി. നന്ദി പറയടാ, പറയടാ നന്ദി ഇപ്പൊ തന്നെ എന്നും പറഞ്ഞ് പറയിപ്പിക്കാൻ പറ്റുമോ നന്ദി? ഇല്ല, നന്ദി തോന്നണം. ദൈവത്തിന് മഹത്വം കൊടുത്തേ, എനിക്ക് അത്ര മഹത്വം തോന്നില്ല, മഹത്വം കൊടുക്കടാ. അങ്ങനെയാണോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ മഹത്വം കൊടുത്തില്ലെങ്കിൽ നിനക്ക് അങ്ങനെ സംഭവിക്കാൻ പോകും, എന്നാ പിന്നെ മഹത്വം കൊടുത്തേക്കാം, കർത്താവിന് ഒരു മഹത്വം എന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുമായിരിക്കും, എന്നാ പിന്നെ എന്റെ മഹത്വം കൊണ്ട് കുറഞ്ഞു പോയെന്ന് വേണ്ട. ഇങ്ങനെയൊക്കെയാണ് ഈ റിബല്യസ് ഹാർട്ടുള്ളവർ ചിന്തിക്കുന്നത്. ഈ ഇരിക്കുന്ന പകുതി പിള്ളേർക്ക് റിബല്യസ് ഹാർട്ടാണ്. ഇവന്മാരെ എല്ലാം കൂടെ കൈപൊക്കിച്ച് ആരാധിപ്പിച്ചിട്ട് എന്ത് കാണിക്കാൻ? പ്രിയ സഹോദരങ്ങളെ, സ്വമേധായാഗങ്ങളെ അർപ്പിക്കാൻ, ദൈവത്തിന് മുമ്പിൽ അർപ്പിക്കാൻ, അത് ആരുടെയും പ്രോംപ്റ്റിംഗ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ശരിക്കും ആരാധന എന്ന് പറയുന്നത്. ആ സത്യ നമസ്കാരികൾ എങ്ങനെയുള്ളവരായിരിക്കണം ദൈവത്തിന്റെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ വർഷിപ്പ് ലീഡേഴ്സ് ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടേ, പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട് അവനെ ആരാധിക്കണം. നിങ്ങൾ എല്ലാവരെയും കൊണ്ട് എടുത്ത് ചാടിപ്പിക്കരുത്. കാരണം ദൈവത്തിന് അവരെല്ലാം ആരാധിക്കണം തന്നെ ആഗ്രഹം ഉണ്ടാവില്ല. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണം. ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിനകത്ത് നമ്മൾ ഉണ്ടാവുമെന്നുള്ളതാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. അവന്റെ ജീവൻ ഞാൻ പ്രാപിച്ചിട്ടുണ്ടോ? എനിക്കൊരു നുറുങ്ങിയ ഹൃദയമുണ്ടോ? കർത്താവിനാണ് എല്ലാ മഹത്വം നിന്റെ ഉള്ളം കൊണ്ട് പറയാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോന്ന് ആദ്യം നമ്മൾ തന്നെ പരിശോധിക്കണം. എന്നിട്ട് ആരാധിക്കണം. അപ്പം ദൈവത്തിന് അവനെ ആരാധിക്കുന്നവരെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്, ഒരു ഐഡിയ ഉണ്ട്, എങ്ങനെയുള്ളവരായിരിക്കണം എന്നൊരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ അനുസരിച്ച് ദൈവം അവർക്ക് പ്രചോദനം കൊടുത്തോളൂ. അതുകൊണ്ട് വർഷിപ്പ് ഈസ് ഓൾവേസ് വോളണ്ടറി ഓഫറിങ്, നമ്മൾ സ്വമനസാരെ. പിന്നെ നിങ്ങൾ ടെക്നിക്കലി എല്ലാം കറക്റ്റ് വർഷിപ്പ് ചെയ്താലും ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, സത്യമുള്ള ആരാധന എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ അകം പരിശോധിക്കുമ്പോൾ ദൈവത്തോട് നല്ല മനസാക്ഷിയുള്ള ഒരു ആരാധനയായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഒരു ആരാധനയിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ. ആത്മാവുള്ള എല്ലാവർക്കും, ആത്മാവിനാലുള്ള വീണ്ടും ജനനം സംഭവിച്ച സകല മനുഷ്യർക്കും, ആത്മാവിന്റെ നിറവ് അനുഭവിക്കുന്ന എല്ലാവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും. അതിനാരുടെ നിർബന്ധം വേണ്ട, അത് നമ്മുടെ ഉള്ളിലൊരു നിർബന്ധമായി മാറിക്കോളും. ഓക്കെ, എന്നോട് ഒരു ചോദ്യം, ബാക്കി നമുക്ക് അടുത്ത ദിവസം കാണാം. എന്നോടൊരു ചോദ്യം വന്നിട്ടുണ്ട്. പ്ലീസ് ഗിവ് ഫർദർ എക്സ്പ്ലനേഷൻ ഓൺ ദിസ് പോയിന്റ് ഇഫ് എനിവൺ ഹാസ് എനിത്തിങ് അഗെയിൻസ്റ്റ് us. എന്ന് പറഞ്ഞാൽ നമുക്കെതിരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ യാഗപീഠത്തിന് മേൽ അത് വെക്കാൻ പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു വാക്യം ഞാൻ പറയാൻ കാരണം, നമുക്ക് ട്രൂത്ത്ഫുൾ ആയിട്ട് ദൈവത്തെ വർഷിപ്പ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഹാവ് എ ക്ലിയർ കോൺഷ്യൻസ്. അതായത് ഒരു മനുഷ്യന് നമ്മൾ ആ മനുഷ്യനെ ഉപദ്രവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അയാൾ വിചാരിക്കും. നമുക്ക് ലോകത്തിൽ എല്ലാവരും തിരുത്താൻ പറ്റില്ല, ലോകത്തിൽ എല്ലാവരും തിരുത്തിയിട്ട് നമുക്ക് വർഷിപ്പ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കാം. നമുക്ക് അവരോട് പറയാം, സ്നേഹിത, അപ്പ, മകനെ, മകളെ, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കും. ഞാൻ കർത്താവിന്റെ അടുത്ത് യാഗം അർപ്പിക്കാൻ പോകുന്ന ആളാണ്, യു ഫോർഗീവ്. അപ്പൊ അവർ പറയണേ, അതെ, അങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല, ദൈവത്തിന് വിട്ടേരെ, ദൈവത്തിന് വിട്ടേരെ, കാല് പിടിച്ച് നോക്ക്, എന്നിട്ട് പറ്റുന്നില്ലേ, ദൈവത്തിന് വിട്ടേരെ. പിന്നെ വിശ്വാസത്തിലുള്ള വ്യത്യാസത്തിനകത്തൊരു പ്രോബ്ലം ഉണ്ട്. ഇപ്പം ഞാൻ അവിശ്വാസി, എന്റെ ഭാര്യ വിശ്വാസിയാണ്, എനിക്ക് ഒത്തിരി മുറിവേക്കും. ആ മുറിവ് വേറെയാണ്. ആ മുറിവിന് നമുക്ക് അപ്പോളജൈസ് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. എന്റെ ഫാദർ അവിശ്വാസിയൊന്നുമല്ല, വിശ്വാസിയാണ്. പക്ഷെ എനിക്ക് പലപ്പോഴും എന്റെ അപ്പനെ വല്ലാതെ വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒത്തിരി പ്രാവശ്യം. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ കാലം തൊട്ട് വിവാഹം കഴിച്ച സമയം, ആന്ധ്രയ്ക്ക് പോയ സമയം, ഇന്നും ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ പല സ്ഥലത്തും രണ്ടായതുകൊണ്ട് സംടൈംസ് ഹീസ് ഹർട്ട്.
അപ്പൊ കുറെ നാൾ ഈ ഹർട്ട് എൻ്റെ പിതാവിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആന്ധ്രയിൽ പോയി അവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു വിഷമം തോന്നി. ഒത്തിരി കഷ്ടപ്പെട്ട് എന്നെ വളർത്തിയിട്ട് എനിക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നില്ല. വി ആർ ഗെറ്റിംഗ് ഇൻ ടു സ്ട്രഗിൾസ്. അപ്പൊ ഞാനൊരു കത്തെഴുതി എൻ്റെ അപ്പനെ, കത്തെഴുതി കൊടുത്തു വിട്ടു ഒരാളുടെ കയ്യിൽ. ഇങ്ങനെയായിരുന്നു ആ കത്ത്: ഞാൻ മൂലം ഒത്തിരി വിഷമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് നിവൃത്തിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കും. ഞാൻ ചെയ്ത ഒരു പ്രവൃത്തിയെക്കുറിച്ച് എനിക്ക് അനുതാപമില്ല, കാരണം അത് ദൈവം എനിക്ക് തന്നതാണ്. പക്ഷെ ഞാൻ എൻ്റെ പിതാവിനെ ഏൽപ്പിച്ച മുറിവുകളിൽ ഞാൻ ദുഃഖിതനാണ്. ഐ റിഗ്രറ്റ് ദോസ് മൂവ്സ് എന്നെഴുതി ഞാനൊരു കത്ത് 2005 ഞാൻ എൻ്റെ അപ്പനെ അയച്ചു കൊടുത്തു. മുറിവേൽപ്പിക്കേണ്ടി വരും. അത് കർത്താവിന്റെ നാമത്തിലായിരിക്കണം. അപ്പൊ എനിക്ക് അതിൻ്റെ ഒരു കുറ്റബോധം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുകൊണ്ട് 2002 ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് ഞങ്ങൾ പ്രെയർ മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന കാലത്ത് അവിടെ ഒരു പ്രാർത്ഥനാഗിരി, ഒരു ചെറിയൊരു പ്രാർത്ഥനാ മുറിയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഞാൻ മുട്ടുകുത്തി ഇങ്ങനെ കർത്താവിനെ ഇങ്ങനെ പറഞ്ഞു: കർത്താവേ, നീ എന്നെ നടത്തിയ വഴികൾ എൻ്റെ പിതാവിനെ ഒത്തിരി ദുഃഖിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മകൻ വളർന്നു വരുന്നു നിന്നെ അനുസരിക്കുന്നു എന്നുള്ള കാരണത്താൽ, നിന്നോട് കൂടുതൽ ചേർന്ന് നടക്കുന്നു എന്നുള്ള കാരണത്താൽ എന്നെ മുറിവേൽപ്പിക്കാൻ കഴിവുള്ള ഒരു സന്തതിയെ നീ എനിക്ക് തരണം. He should hurt me by obeying the Lord. I should cry for him when he is abandoning the world for the Lord. അവൻ അല്ലെങ്കിൽ അവൾ നരനറിയില്ല. അപ്പൊ ഹർട്ട് ഉണ്ടാകണം. നമ്മൾ സ്നേഹിക്കുന്നവർ മുറിവേൽക്കപ്പെടും. അത് താൽക്കാലികമാണ്. വി നീഡ് നോട്ട് ബി അഫ്രൈഡ് ടു കോസ് വൂണ്ട്സ്. നമ്മുടെ ധിക്കാരം കൊണ്ട് മുറിവേൽപ്പിക്കുന്ന കാര്യമല്ല ഞാൻ പറയാം. അനുസരണത്തിൽ മുറിവേൽക്കും. And nothing is more important than obedience to the Lord. I hope it is clear. Okay? നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കാം. We will see again Friday, God willing.